ഹലോ 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 അപ്പം നമ്മുടെ മാത്സിൻ്റെ എക്സാം ഇനി ഈ തിങ്കളാഴ്ചയാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, പഠിച്ച് തുടങ്ങിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നിവിടെ നടക്കാൻ പോകുന്നത് വെച്ചാൽ ട്രിഗണോമെട്രിയിൽ വരാൻ ചാൻസ് ഉള്ളതെന്ന് വെച്ചാൽ ഒരു A+ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ പഠിക്കുന്നവർ എന്ന് വെച്ചാൽ ട്രിഗണോമെട്രി ഹാർഡായവരോ അല്ലെങ്കിൽ ട്രിഗണോമെട്രി ഒരു റിവിഷൻ നടത്തണം എന്നുള്ളവരോ ഉണ്ടെങ്കിൽ വേഗം അവരെന്ത് ചെയ്യുക, കൂട്ടിയിട്ട് വരിക. ഇന്ന് ഇവിടെ ട്രിഗണോമെട്രി സെറ്റാക്കി തരുന്നു. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് കൂട്ടിയിട്ട് വരിക. അപ്പം ഞാൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്യുകയാണ്. വളരെ കുറച്ച് ടൈമേ ഉള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, വേഗം സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ട്രിഗണോമെട്രിയിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നമുക്ക് നോക്കാം. ഇൻ ദ ഫിഗർ സി ഡി ഈസ് പെർപെൻഡിക്കുലർ ടു AB എന്ന് വെച്ചാൽ ഈ സി ഡി എന്ന് പറയുന്നത് എ ബിക്ക് പെർപെൻഡിക്കുലർ ആയി പോകുന്നത്. എന്ന് വെച്ചാൽ ചിത്രത്തിൽ എ ബിക്ക് ലംബമാണ് സി ഡി അല്ലേ. സി ഡി എന്ന് പറയുന്നത് എ ബിയുടെ ലംബമാണ് സി ഡി എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്ത് പറയുന്നു, AC 6 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 6 സെൻറ്റിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് എന്താണ്, പിന്നെ നമുക്ക് തന്നിട്ടുണ്ട് ആംഗിൾ A ഡിഗ്രി, ആംഗിൾ A എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണെന്ന് പറയുന്നുണ്ട്, ആംഗിൾ B 45 ഡിഗ്രി ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നെ എല്ലാ ആംഗിൾസും നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം വേഗം. അപ്പോൾ ആദ്യം നമുക്ക് എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എത്രയാണ് തന്നിട്ടുള്ളത്, 30 ഡിഗ്രി ആണ് തന്നിട്ടുള്ളത്. ഇവിടെ 19 ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ എത്രയായിരിക്കും വരിക, 60 ഡിഗ്രി എന്ന് വരും അല്ലേ. 60 ഡിഗ്രി എന്ന് വരും. ഓക്കെ, 60 ഡിഗ്രി. ഓക്കെ, ഇനി ഇത് 90 ആവുമ്പോൾ ഇത് 90 ആയിരിക്കില്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതും എന്താണ്, 90 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ വേറെ ഒന്നും കൂടി പഠിച്ചിട്ടുണ്ട്. ഇത് 90, ഇത് 45. അപ്പോൾ ഇവിടെ വരുന്ന ആംഗിൾ എത്രയായിരിക്കും, കമൻ്റ് ഇട്. ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആയിരിക്കും. ഓക്കെ അല്ലേ, സെറ്റല്ലേ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മളോട് ആദ്യം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് സി ഡിയുടെ നീളം കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഏതാ സി ഡി, നമ്മൾ ഈ പെർപെൻഡിക്കുലർ ഈ ലംബത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സി ഡി അല്ലേ. അപ്പം ഇതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് കണ്ടുപിടിച്ചൂടെ. നമുക്ക് ഈ 90ക്ക് ഓപ്പോസിറ്റ് എത്രയാണ്, 6 ആണ് അല്ലേ. 90ക്ക് ഓപ്പോസിറ്റ് 6 ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, 30:60 അതുപോലെ തന്നെ 90 എന്ന് പറയുന്ന റേഷ്യോ യൂസ് ചെയ്തൂടെ. അപ്പോൾ നമുക്കിത് ഇവിടെ എഴുതാം, 30:60:90. ഓക്കെ, 30:60:90. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 30ക്ക് ഓപ്പോസിറ്റ് നമുക്ക് എന്ത് തന്നിട്ടില്ല, ഒന്നും തന്നതായിട്ട് കാണുന്നില്ല അല്ലേ. 30ക്ക് ഓപ്പോസിറ്റ് ഒന്നും തന്നില്ല. പക്ഷെ 90ക്ക് ഓപ്പോസിറ്റ് 6 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ 90ക്ക് ഓപ്പോസിറ്റ് 6 എന്ന് എഴുതാം അല്ലേ. 90ക്ക് ഓപ്പോസിറ്റ് 6 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ 90ക്ക് ഓപ്പോസിറ്റ് 6 ആവുമ്പോൾ നമുക്ക് 30 എന്തായിരിക്കും, ഇതിൻ്റെ നേരെ പകുതി ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിൻ്റെ നേരെ പകുതി ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 60 എന്ന് പറയുന്നത് അല്ല 90യുടെ 6 ആണെങ്കിൽ 30യുടെ എന്താവും, 3 ആവും. 60ക്ക് ഓപ്പോസിറ്റ് 3√3 എന്നാവും. ഓക്കെ, അപ്പോൾ നമുക്ക് 30ക്ക് ഓപ്പോസിറ്റ് എന്ത് എഴുതാം, ഈ 30ക്ക് ഓപ്പോസിറ്റ് 3 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം അല്ലേ. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ആൻസർ എന്താണ്, 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് 3 സെൻറ്റിമീറ്ററിന് ടിക്ക് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ആൻസർ എഴുതി കൊടുക്കാം. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താണ്, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ ബിയുടെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. എ ബിയുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇവിടം വരെയാണോ, അല്ല ഇവിടം വരെയുണ്ട് അല്ലേ. എ ബിയുടെ ലെങ്ത് എന്ന് പറയുന്നത് ഇത്രയും വരുന്ന സ്ഥലം അല്ലേ. അങ്ങനെയാണ് ഇത്രയും ആണെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് ഈ സൈഡ് AD എത്രയാണെന്ന് കണ്ടുപിടിക്കാം. AD എത്രയാണെന്ന് നമുക്ക് അറിയാലോ. എത്രയാണ്, നമ്മൾ 60ക്ക് ഓപ്പോസിറ്റ് 3√3 എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ 60ക്ക് ഓപ്പോസിറ്റ് 3√3 എന്ന് എഴുതാം. ഓക്കെ, പിന്നെ നമുക്കിതാ ഇവിടെ കണ്ടുപിടിക്കാം. ഈ 45ന് ഓപ്പോസിറ്റ്
ഈ 45ന് ഓപ്പോസിറ്റ് 3 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 45ന് ഓപ്പോസിറ്റ് എത്ര വരിക? ഒന്ന് കമൻ്റ് ഇട്ടേ. എത്ര വരും? 3 സെൻറ്റിമീറ്റർ തന്നെ വരും അല്ലേ? 3 സെൻറ്റിമീറ്റർ തന്നെ വരും. അപ്പോൾ 3√3 പ്ലസ് 3√3 പ്ലസ് 3 അതെത്ര വരിക? നമുക്ക് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. അറിയില്ലെങ്കിൽ ഇതാ എന്ന് വെച്ചാൽ 3 പ്ലസ് 3√3 സെൻറ്റിമീറ്റർ അത്ര എഴുതിയാൽ മതി കേട്ടോ. 3 പ്ലസ് 3√3 സെൻറ്റിമീറ്റർ അത്രേ എഴുതുള്ളൂ, വേറെ കൂട്ടി എഴുതൊന്നും വേണ്ട. ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ സെറ്റ് അല്ലേ? സെറ്റാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ 3 ആണ്. എ ബിയുടെ നീളം എന്ന് പറയുന്നത് 3 പ്ലസ് 3√3 ആണെന്ന് നമ്മൾ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. സെറ്റല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കൂടെ? അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? അടുത്ത ക്വസ്റ്റ്യൻ ആണ് ത്രികോണം എ ബി സിയിൽ എ ബിയുടെ നീളം എത്രയാന്ന് തന്നിട്ടുണ്ട്? 8 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? എ ബിയുടെ നീളം 8 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ബി സി 10 സെൻറ്റിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. ബി സി എത്ര സെൻറ്റിമീറ്റർ ആണ്? 10 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആംഗിൾ ബി എത്രയാ? 50 ഡിഗ്രി ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് ഹാർഡാണോ ചോദിച്ചാൽ ഹാർഡാണ് എന്ന് പറഞ്ഞ രീതിയിലുള്ളതാണ്. കാരണം എന്താ? sin 50 ഇൻറ്റു എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം. അപ്പോൾ കുറച്ച് കാൽക്കുലേഷൻ വേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കുള്ള ലംബ ദൂരം എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ്. ലംബ ദൂരം എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്താ പറയുക? ലംബ ദൂരം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇൻ ദ ട്രയാങ്കിൾ എ ബി സി, എ ബി എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. എ ബി എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബി സി 10 സെൻറ്റിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. ആംഗിൾ ബി 50 ഡിഗ്രി ആണെന്ന് പറയുന്നുണ്ട്. നമ്മളോട് ചോദിക്കുന്നത് എന്താ? ഫൈൻഡ് ദ ഡിസ്റ്റൻസ് പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് ഫ്രം വെർട്ടെക്സ് എ ടു ബി സി. എന്ന് തൊട്ട് ബി സി വരെയുള്ള പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടോ? ഇവിടെ വരച്ചിട്ടൊന്നുമില്ലല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഒരു വര അങ്ങ് ഇട്ട് കൊടുക്കണം എ ബിന്ന് ബി സിയിലേക്ക്. ഓക്കെ, എ ബിന്ന് ബി സിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? വരച്ചു കൊടുക്കണം. ഓക്കെ, കണ്ടോ? ഇതുപോലെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് 50 കിട്ടി. ഓക്കെ, ഇത് 50 ഡിഗ്രി ആണെന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ലംബം ആണ് വരച്ചത്. ലംബം എപ്പോഴും എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? ഓക്കെ, 90 ഡിഗ്രി. ഇനി നമുക്ക് ഇവിടെ 90, ഇവിടെ 50. അങ്ങനെയാണെങ്കിൽ ഇവിടെ 19, ഇവിടെ 50. ഇവിടെ എത്രയായിരിക്കും? കമൻറ്റ് ചെയ്യൂ. 140 വരും. 140 ഇവിടെ എത്ര വരും? 40 എന്ന് വരും അല്ലേ? 40 ഡിഗ്രി എന്ന് വരും. ഓക്കെ, നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? sin 15 cos 15 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ബി സിയുടെ ലെങ്ത്ത് കണ്ടുപിടിക്കാം. അപ്പോൾ 90 ഓപ്പോസിറ്റ് 8 ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് സൈനും കോസും എന്താണെന്ന് എഴുതി നോക്കാമല്ലോ. സൈൻ എന്ന് പറയുന്നത് എന്താണ്? സൈൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് ആണ് അല്ലേ? ഹൈപ്പോട്ടനസ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എതിർവശം ബൈ കർണവശം അല്ലേ? കർണവശം. ഓക്കെ, ഇവിടെ നമുക്ക് ഓപ്പോസിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഇവിടെ നമുക്ക് ഓപ്പോസിറ്റ് അല്ലേ? ഈ sin 50യുടെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓപ്പോസിറ്റ് കണ്ടുപിടിക്കേണ്ട വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഓപ്പോസിറ്റ് നമുക്ക് അവിടെ തന്നെ വെക്കാം അല്ലേ? ഓപ്പോസിറ്റ് നമുക്ക് അവിടെ തന്നെ വെക്കാം. എന്ന് വെച്ചാൽ sin 50 ഡിഗ്രി ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എ ബി എന്ന് കൊടുക്കാം. എ ബിക്ക് ഒരു എച്ച് എന്ന് കൊടുക്കാം. എച്ച് ബൈ ഹൈപ്പോട്ടനസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? ഇവിടെ ഹൈപ്പോട്ടനസ് ഏതാണ്? ഇവിടുത്തെ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. എ ബി എന്ന് പറയുന്നതാണ് ഹൈപ്പോട്ടനസ്. എ ബി 8 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ടല്ലോ. നമുക്ക് എന്ത് ചെയ്യാം? 8 എന്ന് എഴുതി കൊടുക്കാം. എച്ച് ബൈ 8 എന്ന് എഴുതി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ sin 50 ഡിഗ്രി ഈസ് ഈക്വൽ ടു എച്ച് ബൈ 8 എന്നുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരെയാണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എച്ചിനെയാണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? ഈ താഴെയുള്ള 8നെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുപോവാം. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? ഒന്ന് പറഞ്ഞേ. sin 50 ഡിഗ്രി ഇൻറ്റു 8 ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച്. ഓക്കെ അല്ലേ? അപ്പോൾ sin 50 ഡിഗ്രി ഇൻറ്റു എച്ച് എന്ന് വരും. അല്ല, sin 50 ഡിഗ്രി ഇൻറ്റു 8 ഈസ് ഈക്വൽ ടു എച്ച് എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ sin 50 എത്രയാണെന്ന് പറയുന്നുണ്ട്? 0.77 ആണെന്ന് പറയുന്നുണ്ട്.
0.77 ആണെന്ന് പറയുന്നുണ്ട്. 0.77 0.77 ഇൻറ്റു 8 ഈസ് ഈക്വൽ ടു എച്ച്. ഓക്കെ 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 അല്ലേ? ഓക്കെ അല്ലേ? 0.77 ഇൻറ്റു 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.77 ഇൻറ്റു 8 എത്രയാണ്? നമുക്ക് 0.77 ഇൻറ്റു 8 ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 6.16 എന്ന് കിട്ടും. 6.16 എന്ന് കിട്ടും. അപ്പോൾ 6.16 ആണ് എന്ത് നമ്മളുടെ ആൻസർ. 6.16 ആണ് നമ്മുടെ ലംബ ദൂരം, അല്ലെങ്കിൽ 6.16 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ എന്ത് ദൂരം? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം വെർട്ടെക്സ് എ ടു ബി സി, അല്ലെങ്കിൽ ലംബ ദൂരം എവിടുന്ന് എവിടത്തേക്ക്? എയിൽ നിന്ന് ബി സിയിലേക്കുള്ള നീളം എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. ത്രികോണം എ ബി സിയുടെ പരപ്പളവ് കാണുക. ഓക്കെ, അപ്പോൾ എ ബി സിയുടെ പരപ്പളവ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പരപ്പളവ് കാണേണ്ട ഇക്വേഷൻ എന്താടാ? പരപ്പളവ് കാണേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നതാണ് ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച് ആണ് അല്ലേ? ഹാഫ് ബി എച്ച് ആണ് അല്ലേ? നമുക്കിവിടെ ബേസ് എത്രയാണ് തന്നിരിക്കുന്നത്? ബേസ് 10 തന്നിട്ടുണ്ട് അല്ലേ? ബേസ് എന്ന് പറയുന്നത് 10 ആണ് തന്നിട്ടുണ്ട്. അപ്പം ബേസ് എത്രയാണ്? 10. ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു ഹൈറ്റ് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു? 6.16 എന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 6.16 എന്ന് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഹാഫിന് നമുക്ക് എന്ത് ചെയ്യാം? ഈ 2ഉം 10ഉം വെട്ടിയാൽ നമുക്ക് എന്ത് വരും? 5 എന്ന് വരും അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 5 ഇൻറ്റു 6.16 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 6.16 എന്ന് പറയുന്നത് 30.18 വരില്ല 8 സെൻറ്റിമീറ്റർ എന്ന് വരും അല്ലേ? 8 സെൻറ്റിമീറ്റർ 3.8 സെൻറ്റിമീറ്റർ എന്ത് വേണം? സ്ക്വയറിന് വേണം. ഓക്കെ അല്ലേ? ഇത്രയും ഓക്കെ അല്ലേടാ? ഇത്രയും ഓക്കെ അല്ലേ? 13.8 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഈ 2 ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടുപിടിച്ചില്ലേ? ഈ 2 ക്വസ്റ്റ്യനും നമ്മൾ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. ഇതൊക്കെ സിമ്പിളായിട്ട് നമ്മൾ കണ്ടുപിടിച്ചില്ലേ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ? ഇൻ ദ ഫിഗർ എ ബി സി ഈസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. എ ബി സി എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം? ഈ വർഷത്തെ ക്രിസ്മസ് എക്സാമിന് നമുക്ക് എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാം. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എവിടെയെങ്കിലും ആയിട്ടൊന്ന് പ്രതീക്ഷിക്കാം. ഇപ്പം തന്നെ ഞാനൊന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നു ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? വരാൻ ചാൻസ് ഉണ്ട് എന്ന്. ഓക്കെ, അപ്പോൾ ഇൻ ദ ഫിഗർ എ ബി സി ഇസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ മട്ടത്രികോണത്തിനെയാണ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഓക്കെ അപ്പം എ ബി സി മട്ടത്രികോണമാണ്. ബി സി 5 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സൈൻ എ എത്രയാണ് തന്നിട്ടുണ്ട്? സൈൻ എ 5/13 അല്ലേ? സൈൻ എ എന്ന് പറയുന്നത് 5/13 തന്നിട്ടുണ്ട്. 5/13 തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് പിന്നെ എ സി എത്രയാണ് തന്നിട്ടുണ്ട്? എ സി എത്രയാണ് തന്നിട്ടില്ല. ഓക്കെ, എ സി എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ എ സി നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ എ സി കണ്ടുപിടിക്കുന്നതിന് മുന്നേ നമുക്ക് സൈൻ 5/13 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൈൻ എന്ന് പറയുന്നത് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. സൈൻ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിനസ് അല്ലേ? ഹൈപ്പോട്ടിനസ് എന്ന് വെച്ചാൽ എതിർവശം ബൈ കർണവശം അല്ലേ? കർണവശം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 5 എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് ആണ് അല്ലേ? 5/13. അപ്പോൾ ഹൈപ്പോട്ടിനസ് 13 കിട്ടി. അപ്പോൾ നിങ്ങൾ ഈ ഫിഗർ നോക്കിയിട്ട് പറ, ഇതിൽ ഹൈപ്പോട്ടിനസ് ഏതാണ്? ഇതാണോ? എ സി അല്ലേ ഹൈപ്പോട്ടിനസ്? അപ്പോൾ എ സിക്ക് നമുക്ക് 13 ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് എന്താണ്? ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് 13 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൈൻ എ എന്ന് പറയുന്നത് ഈ സൈൻ എ ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. സൈൻ എൻ്റെ ഓപ്പോസിറ്റ് 5 ആണ്. അതുപോലെ തന്നെ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് 13 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 5ഉം 13ഉം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ബി എയും കൂടി കണ്ടുപിടിച്ചുകൂടെ? 5ഉം 13ഉം തന്നിട്ടുണ്ട്. നമുക്കിത് എന്തായിരിക്കും? നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ
പൈതഗോറസ് തിയറി യൂസ് ചെയ്യുക അല്ലേ. പൈതഗോറസ് തിയറി ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ എത്രയാണ് നമുക്കറിയില്ല. എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ 5 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ അല്ല 5 സ്ക്വയർ ആണ്, കുഴപ്പമില്ല. നമുക്ക് 13 സ്ക്വയർ മൈനസ് എത്രയാണ് 5 സ്ക്വയർ എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 13 സ്ക്വയർ എന്ന് പറയുന്നത് 169 ആണ് അല്ലേ. 169 മൈനസ് 25 ദാറ്റ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 9 5 4 6 2 5 4 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 12 എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 144. അപ്പോൾ എ ഈസ് ഈക്വൽ ടു 12 എന്ന് നമ്മൾ എന്ത് ചെയ്തു കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് പൈതഗോറസ് ട്രിപ്ലെറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. ഇതിൻ്റെ ആൻസർ 12 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, നമ്മൾ ഇത്രയും കണ്ടുപിടിച്ച് കഴിഞ്ഞ് നമ്മളോട് ചോദിച്ചതിൻ്റെ എല്ലാം ആൻസർ ചെയ്താം. എ സിയുടെ ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു. 13 ആണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു. 13 സെൻറ്റിമീറ്റർ ആണെന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ ബി. എ ബിയുടെ ലെങ്ത് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു. എ ബിയുടെ ലെങ്ത് 12 ആണ്. 12 സെൻറ്റിമീറ്റർ എന്ന് കണ്ടുപിടിച്ചു. ഇനി ടാൻ എ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിനി ടാൻ എ എത്രയാണെന്ന് നമുക്ക് നോക്കാമല്ലോ. ടാൻ എ എന്ന് പറയുന്നത് എത്രയാണ്. ടാൻ എ എന്ന് പറയുന്നത് നമ്മൾ ടാൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താണ് പഠിച്ചത്. ടാൻ ഈസ് ഈക്വൽ ടു എത്രയാണ്. ടാൻ ഈസ് ഈക്വൽ ടു എന്താണ് പഠിച്ചത്. ടാൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ് അല്ലേ. ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ് എന്ത് ടാൻ എ എന്ന് നമുക്ക് പറയാം. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിനസ് എന്ന് വെച്ചാൽ 5/12. ഓപ്പോസിറ്റ് ടാൻ എ ആണ്. ടാൻ എ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടാൻ എ എന്ന് പറയുന്നത് എന്തായിരിക്കും. ഓപ്പോസിറ്റ് 5 ആണ് അല്ലേ. ഓപ്പോസിറ്റ് 5 അല്ലേ. ടാൻ എൻ്റെ ഓപ്പോസിറ്റ് എന്താ. എൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് 5 ആണ്. പിന്നെ അഡ്ജസൻ്റ് എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ 5/12 നമുക്ക് എന്ത് ചെയ്യാം എഴുതാം. അപ്പോൾ 5/12 എങ്ങനെ. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് അല്ലേ. അഡ്ജസൻ്റ് എന്ന് വെച്ചാൽ എതിർവശം ബൈ സമീപവശം. ഓക്കെ, എതിർവശം ബൈ സമീപവശം. ഓക്കെ അല്ലേ. നമ്മൾ ഇത്രയും കണ്ടുപിടിച്ചു. അപ്പോൾ 5/12 നമ്മൾ എന്ത് ചെയ്തു സിമ്പിളായിട്ട് കണ്ടുപിടിച്ചു. ഇതിൻ്റെ ആൻസർ 5/12. ഓക്കെ, ഇനി ടാൻ എ ഇൻറ്റു ടാൻ സി എത്രയാണ്. ടാൻ എ ഇൻറ്റു ടാൻ സി എത്രയാണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ടാൻ എ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ടാൻ എ നമ്മൾ 5/12 കണ്ടുപിടിച്ചു. ഇനി ടാൻ സി ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് അല്ലേ. അപ്പോൾ ഓപ്പോസിറ്റ് എന്താ. ടാൻ സിയുടെ ഓപ്പോസിറ്റ് എന്താ 12 ആണ്. ഓക്കെ, അപ്പോൾ ടാൻ സിയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് 12 ആണ്. ഓക്കെ, പിന്നെ നമുക്ക് എന്താ അഡ്ജസൻ്റ് സമീപവശം എന്ന് പറയുന്നത് എന്താണ്. ഇതാണ് സമീപവശം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം 5 എന്ന് എഴുതി കൊടുക്കാം. 5. അപ്പോൾ നമ്മളിവിടെ എന്താണ് ടാൻ സി ഇൻറ്റു വെച്ചാൽ ടാൻ എ ഇൻറ്റു ടാൻ സി ദാറ്റ് ഈസ് ഈക്വൽ ടു 5/12 ഇൻറ്റു 12/5 ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 5 കട്ട് ചെയ്തൂടെ. അങ്ങനെയാണ് 12/12 എന്ന് പറയുന്നത് എത്ര വരും 1 എന്ന് വരും അല്ലേ. 1 എന്ന് വരും. അപ്പോൾ നമ്മൾ ആൻസർ 1 എന്ന് കണ്ടുപിടിച്ചു. ഇത് ചിലപ്പോൾ പ്രൂവ് ക്വസ്റ്റ്യൻ ആയിട്ട് വരും, ചിലപ്പോൾ ഇങ്ങനെയും വരും. പ്രൂവ് ദാറ്റ് ടാൻ എ ഇൻറ്റു ടാൻ സി ഈസ് ഈക്വൽ ടു 1. ടാൻ എ ഇൻറ്റു ടാൻ സി ഈസ് ഈക്വൽ ടു 1 കേട്ടോ. ഞാൻ മലയാളം മീഡിയം പറയാൻ വിട്ടുപോയിട്ടൊന്നുമില്ല, മലയാളത്തിലും കൂടിയാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ സൈൻ എ ഡിഗ്രി 5/13 ആണ്. എ സി നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞു 13 സെൻറ്റിമീറ്റർ എന്ന് നമ്മൾ കണ്ടുപിടിച്ചു പൈതഗോറസ് ട്രിപ്ലെറ്റ് യൂസ് ചെയ്തിട്ട്. പിന്നെ എ ബിയുടെ നീളം നമ്മൾ കണ്ടുപിടിച്ചു 12 ആണെന്ന് കണ്ടുപിടിച്ചു. ടാൻ എ 5/12 ആണ്. ടാൻ എ ഇൻറ്റു ടാൻ സി എന്ന് പറയുന്നത് 1 ആണെന്ന് നമ്മൾ എന്ത് ചെയ്തു കിഡിലനായിട്ട് നമ്മൾ എന്ത് ചെയ്തു പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്. ഇൻ ദ ഫിഗർ എന്ന് വെച്ചാൽ എന്താണ് ആംഗിൾ ബി എന്ന് പറയുന്നത് 40 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ അപ്പോൾ ആംഗിൾ ബി 40 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ സി എന്ന് പറയുന്നത് 75 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ആംഗിൾ എ എത്രയായിരിക്കും നമുക്കറിയാം. 180 മൈനസ് 40 പ്ലസ് 75 അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 180 മൈനസ് എത്രയാണ് മൈനസ്
40 പ്ലസ് 75 എത്ര വരും? ഒന്ന് കമൻറ്റ് ഇട്ടേ. കമൻറ്റ് ആരെങ്കിലും ഇടുന്നുണ്ടോ? 7ഉം 4ഉം എത്ര വരിക? 11 115 എന്ന് വരും അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 65 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, 65 ഡിഗ്രിന്ന് നമുക്ക് എന്ത് ചെയ്യും? ആൻസർ കിട്ടും 65 ഡിഗ്രി. ഓക്കെ, ഇനി ഫൈൻഡ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കം സർക്കിൾ. ഡയമീറ്റർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയമീറ്റർ കണ്ടുപിടിക്കാൻ നമുക്ക് എന്താ പറയുക? 2r സൈൻ തീറ്റ നമുക്ക് അറിയാം അല്ലേ? 2r സൈൻ തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു 2r 65 2r സൈൻ എന്നുവെച്ചാൽ ബി സി കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ബി സി എന്ന് പറഞ്ഞാൽ ബി സി സെൻറ്റർ ആണെന്ന് പറയുന്നില്ലല്ലോ. ബി സി ഈസിക്കൽ ടു ബി സി സെൻറ്റർ എന്ന് പറയുന്നുണ്ടല്ലേ ഇൻ ദ ഫിഗർ. എങ്കിൽ ബി ഈസിക്കൽ ടു ഫൈൻഡ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എന്ന് വെച്ചാൽ 2r ഈസിക്കൽ ടു, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ബി സി ഈസിക്കൽ ടു എന്ത് കൊടുക്കാം നമുക്ക് 2r സൈൻ തീറ്റയാണ് 45 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 2r നമുക്ക് ഇപ്പുറത്തെടുക്കാം, ബി സിനെ ഇപ്പുറത്തെടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 2r എന്ന് പറയുമ്പോൾ 2r ഇവിടെ വരും. അപ്പം 2r ഈസിക്കൽ ടു സൈൻ 45 എന്ത് വരും? താഴെ വരും അല്ലേ? അപ്പം ബി സി ബൈ സൈൻ 45 എന്ന് താഴെ വരും. ഓക്കെ 45 ഇവിടെ 45 അല്ല, സോറി 65 ആണ്, ഒരു അബദ്ധം. 65 എന്ന് വരും. ഓക്കെ, 2r ഈസിക്കൽ ടു 65 എന്ന് വരും. ഓക്കെ അല്ലേ? അല്ലേടാ? ഇത്ര വരെ ഓക്കെ അല്ലേ? ഓക്കെ, ഇനി 2r എന്ന് പറയുന്നത് ബി സി ബൈ സൈൻ 65 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ബി സി എന്ന് പറയുന്നത് എത്ര വരും? ബി സി എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. സൈൻ 65 എത്രയാണ് ഇവിടെ തന്നിട്ടുണ്ട്? സൈൻ 65 എന്ന് പറയുന്നത് 0.91 ആണ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ഇതിനെല്ലാം എന്ത് ചെയ്യുക? ഇതിങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇൻറ്റു 100 ചെയ്തൂടെ? ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? 700 ബൈ ഒരു മിനിറ്റ്, 700 ബൈ ഇപ്പുറത്തെ പേജിലെഴുതാം. 700 ബൈ 0.91 എന്ന് പറയുന്നത് 91 ആയിട്ടുണ്ടാവും അല്ലേ? 91 എന്നായിട്ടുണ്ടാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 7.6 സെൻറ്റിമീറ്റർ എന്ന് വരും അല്ലേ? 7.6 സെൻറ്റിമീറ്റർ എന്ന് വരും. എന്ത്? 2r ആണ് 7.6 സെൻറ്റിമീറ്റർ വരിക. അപ്പോൾ 2r ഈസിക്കൽ ടു എത്രയാണ്? 2r ഈസിക്കൽ ടു ഡയമീറ്റർ ആണ് അല്ലേ? 2r എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്. ദാറ്റ് ഈസിക്കൽ ടു 7.6 സെൻറ്റിമീറ്റർ എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എൻ്റെ ആൻസർ നമ്മൾ കിഡിലം പോലെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടുപിടിച്ചിട്ടുണ്ട്. അല്ല, എൻ്റെ അല്ല, ബിയുടെ നമ്മൾ കിഡിലം പോലെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി സി ആണ് നമുക്കിനി എന്ത് ചെയ്യാനുള്ളത്? കണ്ടുപിടിക്കാനുള്ളത്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ ബി ആൻഡ് എ സി. എ ബിയും എ സിയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ എ ബി എ സിയും കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? സൈനോ കോസോ നമുക്ക് വെച്ച് കണ്ടുപിടിക്കാനേ ഉള്ളൂ അല്ലേ? സൈനോ കോസോ വെച്ചിട്ട് കണ്ടുപിടിക്കാനേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എ ബിയുടെ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എ ബി ഈസിക്കൽ ടു 2r സൈൻ 75 എന്ന് എടുക്കാം അല്ലേ? 2r സൈൻ 75 എന്ന് നമുക്ക് എന്ത് ചെയ്യാം? എടുക്കാം. എന്ന് വെച്ചാൽ കാണിച്ചു തരാം. 2r സൈൻ 75 എന്ന് വെച്ചാൽ എന്താ? ഈ 75ന് ഓപ്പോസിറ്റ് അല്ലേ? എ ബി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2r സൈൻ 75 എന്ന് നമുക്ക് എന്ത് ചെയ്യാം? എടുക്കാം. 2r സൈൻ 75 ദാറ്റ് ഈസ് ഈക്വൽ ടു 2r എന്ന് പറയുന്നത് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്? 7.6 ഇൻറ്റു സൈൻ 75 എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 0.97 ആണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 7.32 എന്ന് നമുക്ക് എന്ത് ചെയ്യും? ആൻസർ കിട്ടും. 7.32 എന്ന് വരും. 37 ആണ്. 37 എന്ന് വരും. 7.37 എന്ന് വരും. അതുപോലെ തന്നെ എ സിയുടെ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാം. 2r
2r സൈൻ, നമുക്ക് അവിടെ ഉള്ള ഓപ്പോസിറ്റ് എത്രയാണ് നോക്കണം, അവിടെയുള്ള ഓപ്പോസിറ്റ് നമുക്ക് എത്രയാണ് നോക്കണം. ഓപ്പോസിറ്റ് എ സി അല്ല കണ്ടുപിടിക്കാൻ പറഞ്ഞത്, എ സി എന്നാൽ 40 ആണ്. അപ്പോൾ സൈൻ 40 നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. സൈൻ 40 ഡിഗ്രി എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2r സൈൻ 40 എന്ന് പറയുന്നത് 2r എന്ന് പറയുന്നത് 7.6 ഇൻറ്റു സൈൻ 40 എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്, 0.64 എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും, 6ഉം 4ഉം 4 6 8 8ഉം പിന്നെ എന്ത് വരും 8.4, ദാറ്റ് ഈസ് ഈക്വൽ ടു 4.864 എന്ന് നമുക്ക് എന്ത് വരും, ആൻസർ വരും. ഓക്കെ അല്ലേ, സെൻറ്റിമീറ്ററിന് ഇട്ട് കൊടുക്കാൻ മറന്നുകൊണ്ടാ, അതിന് മാർക്കൊന്നും പോകണ്ട. ഓക്കെ, ഇത്ര വരെ നമ്മൾ കണ്ടുപിടിച്ചു. സെറ്റല്ലേ, ഇത്രയും വരെ കണ്ടുപിടിച്ചു. ഓക്കെ അല്ലേ, ഇതാ നമ്മളങ്ങനെ ഇതിൻ്റെ ആൻസറും സുഖമായിട്ട് കണ്ടുപിടിച്ചു. ഇതാ കണ്ടോ, നമ്മൾ സെറ്റാക്കി. ഓക്കെ, ഇതിൻ്റെ നോട്ട് കമ്മ്യൂണിറ്റിയിലിടും. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാതെ എന്ത് ചെയ്യുക, താഴെ കാണുന്ന ലിങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെ അകത്താണ് ഇതിൻ്റെ നോട്ട്സൊക്കെ ഇടുന്നത്. അതുപോലെ തന്നെ നോട്ട്സിൻ്റെ കൂടെ തന്നെ നമ്മൾ എക്സ്ട്രാ അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ്സസും അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ മറക്കണ്ട, പുറത്തുനിന്ന് വന്നവർ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ മെല്ലനെ നമ്മൾ പോകുന്നുള്ളൂ. ചിത്രത്തിൽ O വൃത്ത കേന്ദ്രമാണ് എന്ന് വെച്ചാൽ, O എന്ന് പറയുന്നത് വൃത്ത കേന്ദ്രമാണ് എന്ന് പറയുന്നുണ്ട് അല്ലേ. ഇതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല. ചിത്രത്തിൽ O എന്ന് പറയുന്നത് വൃത്ത കേന്ദ്രമാണ്. എ എന്ന് പറയുന്നത് 50 ഡിഗ്രി ആണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എ എന്ന് പറയുന്നത് 50 ഡിഗ്രി ആണെന്ന് പറയുന്നുണ്ട്. ബി സി എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 4 സെൻറ്റിമീറ്റർ ആയാലേ ത്രികോണത്തിൻ്റെ പരിവൃത്ത വ്യാസം കാണുക. പരിവൃത്ത വ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ഞാൻ എന്ത് ചെയ്ത് തരാം. ചിത്രത്തിൽ O വൃത്ത കേന്ദ്രമാണ് എന്ന് വെച്ചാൽ O = സെൻറ്റർ ആണ്. O സെൻറ്റർ ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആംഗിൾ A 50 ഡിഗ്രി ആണെന്ന് പറയുന്നുണ്ട്. ആംഗിൾ അല്ല ബി സി 4 സെൻറ്റിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആയാൽ ത്രികോണത്തിൻ്റെ, അപ്പം നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് സർക്കിളാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സർക്കിളിൻ്റെ ഡയമീറ്റർ. ക്വസ്റ്റ്യൻ സർക്കിളിൻ്റെ ഡയമീറ്റർ എന്താണ്? ഓക്കെ, നമുക്കിത് കണ്ടുപിടിച്ചൂടെ? ഓക്കെ, അപ്പോൾ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഈ ഫിഗറിനെ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മുറിച്ചെടുക്കാം. ഈ ഫിഗറിനെ മാത്രം നമ്മൾ എടുത്തോട്ടെ. ഫിഗർ വരുന്നില്ല ഗൈസ്. എന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലൊരു വേണ്ട, വരക്കുന്നത് ടൈം കുറയാവും. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട് 50ൻ്റെ ഓപ്പോസിറ്റ് 4 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ അങ്ങ് എഴുതാം. ബി സി, അപ്പോൾ നമുക്ക് ബി സിയുടെ ലെങ്ത് കണ്ടുപിടിക്കാം. ബി സിയുടെ ലെങ്ത് എന്ന് പറയുന്നത് ബി സി അല്ല, നമുക്ക് അതിൽ 2r എത്രയാണെന്ന് കണ്ടുപിടിക്കാം, ഡയമീറ്റർ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പം ബി സി = 2r സൈൻ എത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത്, 50 ആണ് അല്ലേ. ഇവിടെ നമുക്ക് എത്രയാണ് 50 തന്നിട്ടുള്ളത്. അപ്പോൾ 50 എന്ന് എഴുതാം. അപ്പോൾ സൈൻ 50 ദാറ്റ് ഈസ് ഈക്വൽ ടു 2r എത്ര വരും, ബി സി മേലെ വരും, സൈൻ 50 താഴെ പോകും അല്ലേ. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു ബി സി എന്ന് പറയുന്നത് 4 ആണ്. 4/sin 50 എന്നാണ് 0.77 ആണ്. ഇൻറ്റു 100 വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും, 400/77 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും, 5.2 സെൻറ്റിമീറ്റർ എന്ന് വരും. ഓക്കെ, 5.2 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 2r എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ് അല്ലേ, ഡയമീറ്റർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്, 3 അല്ലേ, സോറി 5.2 സെൻറ്റിമീറ്റർ കണ്ടുപിടിച്ചു. ഓക്കെ അല്ലേ. വെറുതെ ഇത്രയേ ഉള്ളൂ. ഈ ഒരു സംഭവം മാത്രമേ എഴുതാനുള്ള പണിയേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ഊഹിച്ചങ്ങ് എഴുതുന്നത്. ചിലപ്പോൾ ഇങ്ങനെ കിട്ടി. ഓക്കെ, അപ്പം ബി സിയും കിട്ടി. അങ്ങനെയാണെങ്കിൽ ബി സി നേരെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, 4 എന്ന് എഴുതാം. 4 = 2r sin θ എന്ന് എഴുതാം. ഇപ്പോൾ 2r അറിയില്ല, അപ്പോൾ ഈ 2r ഇപ്പുറത്ത് കൊണ്ടുപോകുന്നു, ബി സിന് ഇപ്പുറത്ത് കൊണ്ടുപോകുന്നു, അത്രയേ ഉള്ളൂ.
ഓക്കെ ഓക്കെ അല്ലേ ഇപ്പുറം കൊണ്ടുപോയി, അല്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിന് ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ മതി. ഇത് ഇൻറ്റു അല്ലേ, ഇതിന് ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ BC/sin sin 15 വരും. ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ 5.7 സെൻറ്റിമീറ്റർ ഇന്ന് നമ്മൾ കിടിലം പോലെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡയമീറ്റർ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. കണ്ട, പരിവൃത്ത വ്യാസം അല്ലെങ്കിൽ സർക്കിൾ ഡയമീറ്റർ ഓഫ് സർക്കിൾ ആണ്. ഓക്കെ അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഇതിലേക്ക് പോവാം. അടുത്തത് എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻ ദ ഫിഗർ AB = 12 സെൻറ്റിമീറ്റർ. AB എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ ആണെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അതുപോലെ തന്നെ BC എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ ആംഗിൾ ABC എന്ന് പറയുന്നത് എത്രയാണ്, 130 ഡിഗ്രി ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ 130 ഡിഗ്രി ആണെന്ന് പറയുന്നുണ്ട്. എന്ത് ABC 130 ഡിഗ്രി എന്ന് പറയുന്നുണ്ട്. ഞാൻ പറയുന്നു, ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ 4 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ 4 മാർക്കിന് നിങ്ങളുടെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് 1 മാർക്ക്, ഇതൊരു മാർക്ക്, ഇതൊരു മാർക്ക്, അല്ല 1 മാർക്കല്ല, ചിലപ്പം ഇത് 2 മാർക്കിന് ചോദിച്ചേക്കാം, ഇത് 2 മാർക്ക് ചോദിച്ചേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആൻസറിലേക്ക് നമുക്ക് മെല്ലെ കടന്നൂടെ. അപ്പോൾ ഇൻ ദ ഫിഗർ ABC, അല്ലെങ്കിൽ ചിത്രത്തിൽ AB = 12 സെൻറ്റിമീറ്റർ, BC = പിന്നെ 10 സെൻറ്റിമീറ്റർ, ABC 130 ഡിഗ്രി എന്ന് പറയുന്നുണ്ട്. ആംഗിൾ CBD എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ആംഗിൾ CBD, ഏതാണ് ഈ CBD? ഇതാണ് CBD. ഓക്കെ, അപ്പോൾ നമുക്ക് ഫിഗർ നോക്കാം. അപ്പോൾ നമുക്ക് ഇതെന്താണ്, ഓക്കെ, ഇങ്ങനെ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാടാ, 130 ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്, ഓക്കെ വെയിറ്റ്, ഓക്കെ, എന്നിട്ട് നമ്മളിതാ ഇവിടെ X 180 - X ആയിരിക്കൂലേ അല്ലേ, അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഞാൻ വെറുതെ കാണിച്ചു കേട്ടോ, അറിയാത്തവരൊന്ന് എന്ത് ചെയ്യുക, അതൊന്ന് അവിടെ എഴുതി വെക്കാം. അപ്പോൾ നമുക്ക് 130 ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ, 130 ഇവിടെ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 180 - 130, ഇപ്പോൾ 80 നിന്ന് 3 കുറച്ചാൽ എത്ര വരും, 50 വരും. അപ്പോൾ ഇത് 50 ഡിഗ്രി ആണെന്ന് എഴുതാം, 50 ഡിഗ്രി ആണെന്ന് എഴുതാം. അപ്പോൾ ആംഗിൾ B അല്ലെങ്കിൽ ആംഗിൾ CBD എന്ന് പറയുന്നത് 50 ഡിഗ്രി ആണെന്ന് കണ്ടുപിടിച്ചു. ദ ഹൈറ്റ് CD, ഏതാണ് CD ഗൈസ്? CD എന്ന് പറയുന്നത് ഈ കൊച്ചു മോനാണ്. അപ്പോൾ ഈ CD-നെ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. അപ്പോൾ ദ ഹൈറ്റ് ഓഫ് CD, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദ നീളം അല്ലെങ്കിൽ ഉയരം കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. CD-യുടെ ഉയരം കണ്ടുപിടിക്കാനാണ് എന്ത് ചെയ്തത്, കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം CD-യുടെ നമുക്ക് കണ്ടുപിടിച്ചൂടെ. അപ്പം CD-യുടെ നീളം എന്ന് പറയുന്നത് എത്ര നമുക്ക് നോക്കാം. ഇവിടെ 50 ആണ്, ഇവിടെ 90 ആണ്. അപ്പോൾ ഇവിടെ എത്ര വരും, ഇവിടെ 40 എന്ന് വരും അല്ലേ. ഇവിടെ നമുക്ക് എത്ര വരും, 40 ഡിഗ്രി എന്ന് വരും. ഓക്കെ അല്ലേ. അപ്പോൾ 40 ഡിഗ്രി എന്ന് വരും. അപ്പോൾ നമുക്ക് ഇവിടെ എന്തിൻ്റെല്ലോ വാല്യൂസ് തന്നിട്ടുണ്ട്. sin 50, cos 50, tan 50. നിങ്ങൾക്ക് ഇതെന്തായാലും എന്ത് ചെയ്യും, എക്സാം പേപ്പറിൽ തരും കേട്ടോ. ഇത് എക്സാം പേപ്പറിൽ തരും. തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് കണ്ടുപിടിക്കും. നിങ്ങൾ ഇതിൽ പഠിച്ചിട്ട് പോകണ്ടേ, എല്ലാ വാല്യൂസ് പഠിച്ചിട്ട് പോകണ്ടേ, അതൊന്നും വേണ്ട. എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ ആൻസർ എല്ലാം എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതിൻ്റെ അകത്ത് തന്നിട്ടുണ്ടാവും. ആൻസർ മീൻസ് വാല്യൂസ് ഇതിൻ്റെ അകത്ത് തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് CD-യുടെ ഉയരം അല്ലെങ്കിൽ ഹൈറ്റ് കണ്ടുപിടിക്കാം. CD എന്ന് പറയുന്നതിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാം. അപ്പോൾ sin 50 തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 90ൻ്റെ ഓപ്പോസിറ്റ് 10 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, sin 50 sin 50 ഡിഗ്രി എത്രയാ, sin 50 ഡിഗ്രി എത്രയാ, എത്ര വരുവാടാ, sin 50 ഡിഗ്രി h/ എത്രയാണ്, h/ ഹൈപ്പോട്ടനസ് 10, h/10. അപ്പോൾ നമുക്ക് ഇതിന് ഞാൻ എന്ത് ചെയ്യുന്നു, താഴോട്ടേക്ക് എടുക്കുന്നു. ഓക്കെ, sin 50 എന്ന് പറയുന്നത് h/10 ആവും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു sin 50 നമുക്ക് എത്ര തന്നിട്ടുണ്ട്, 0.8 തന്നിട്ടുണ്ട്. അപ്പം 0.8 ഈസ് ഈക്വൽ ടു h/10. അപ്പോൾ നമുക്ക് h-നെ കണ്ടുപിടിക്കേണ്ടത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ h-നെ നമുക്ക് ഒറ്റക്കാക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ഈ 10-നെ ഇപ്പുറത്ത് കൊണ്ടുവരാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 × 0.8 ഈസ് ഈക്വൽ ടു h എന്ന് വരും. ഇല്ലേ വരൂലേ. ഓക്കെ, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം,
ഇവിടെ കൊണ്ടിടാം. ഇത് നിങ്ങൾ ഇല്ലേ. അപ്പോൾ ഇൻറ്റു 10 ഇൻറ്റു ഈസിക്കൽ ടു എച്ച് നമുക്ക് എന്ത് ചെയ്യാം എഴുതാം. ദാറ്റ് ഈസിക്കൽ ടു എച്ച് നമുക്ക് എന്ത് ചെയ്യാം എഴുതാം. അപ്പോൾ 10 ഇൻറ്റു 0.8 എത്രയാണ്? 10 ഇൻറ്റു 0.8 എന്ന് പറയുന്നത് 8 ആയിരിക്കും അല്ലേ. അപ്പോൾ 8 ഈസിക്കൽ ടു എച്ച്. അപ്പോൾ എച്ച് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു? 8 ആണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ സി ഡിയുടെ ലെങ്ത്ത് 8 സെൻറ്റിമീറ്റർ. എത്ര സെൻറ്റിമീറ്റർ? 8 സെൻറ്റിമീറ്റർ. ഇനി ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എ ബി സി. എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ പരപ്പളവ് കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പരപ്പളവ് എങ്ങനെ കണക്കാക്കുക? പരപ്പളവ് കണക്കാക്കേണ്ട ഇക്വേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏരിയ ഈസിക്കൽ ടു പണ്ട് മുതലേ പഠിച്ച് വരുന്നതാണ് ഹാഫ് ബി എച്ച്. ഓക്കെ. അപ്പോൾ നമുക്ക് ബേസ് എത്രയാണെന്ന് നമുക്ക് അറിയില്ല അല്ലേ. എ ബി സിയുടെ അല്ലേ, എ ബി സിയുടെ ഇതാ ഇത്ര വരെ കിട്ടി. ബേസ് 12 മാത്രമേ തന്നിട്ടുള്ളൂ. ബി ഡി എത്രയാണെന്ന് തന്നിട്ടില്ല. അപ്പം ബി ഡി എത്രയായിരിക്കും? ബി ഡി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ബി ഡി കണ്ടുപിടിക്കാൻ നമുക്ക് cos 50 എടുക്കാം അല്ലേ. cos 50 എടുക്കാം. അപ്പം ബേസ് ഈസിക്കൽ ടു ബേസ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഏത് നീളമാണ് കണ്ടുപിടിക്കേണ്ടത്? ബി ഡി. അപ്പം ബി ഡി ഈസിക്കൽ ടു എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ബി ഡി കണ്ടുപിടിക്കേണ്ടത് ഇതെന്താ വേണ്ടേ? ബി ഡി എന്ന് പറയുന്നത് cos 50 ഇൻറ്റു ഹൈപ്പോട്ടനസ് 10 അല്ല സോറി സി. അപ്പോൾ കോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കോസ് ഏതാണ്? കോസ് എക്സ് ഡിഗ്രി ഈസിക്കൽ ടു എത്രയാണ്? കോസ് എക്സ് ഡിഗ്രി ഈസിക്കൽ ടു എത്രയാണ്? പറയൂ ഗൈസ്. വെയിറ്റ്, എന്താണ്? ഓ സോറി എ ബി സി ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ വേറെ വെറുതെ ഇതൊക്കെ കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓ സോറി. അപ്പം എ ബി സി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നേരിട്ട് തന്നെ കണ്ടുപിടിക്കാം. അപ്പം ഏരിയ ഈസിക്കൽ ടു ഹാഫ് ബി എച്ച്. അപ്പോൾ ഹാഫ് ബി എന്താ? ബി എന്ന് പറയുന്നത് 12 ആണ്. അപ്പം 12 ഇൻറ്റു എച്ച് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു? 8 എന്ന് കണ്ടുപിടിച്ചു. ഓക്കെ. അപ്പോൾ ഹാഫ് ഇൻറ്റു 12 എന്ന് പറയുന്നത് 12ൻ്റെ ഹാഫ് എത്രയാണ്? 6 ആണ്. 6. അപ്പോൾ 6 ഇൻറ്റു 8 ദാറ്റ് ഈസ് ഈക്വൽ 48 എന്ന് നമുക്ക് എന്ത് ചെയ്യും? ആൻസർ കിട്ടും. 48 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ അല്ലേ? ഇത്ര വരെ ഓക്കെ അല്ലേ? ഇത് നമ്മൾ സെറ്റാക്കിയില്ലേ? ഞാൻ ഗ്രീൻ ടിക്ക് ഉണ്ടോ നോക്കട്ടെ. ഗ്രീൻ ടിക്ക് ഇടാം. ഇത് ഓക്കെ ആയവർ എന്ത് ചെയ്യുക? ഒന്ന് ഗ്രീൻ ടിക്ക് ഇടുക. ഗ്രീൻ ടിക്ക്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഒന്ന് ഫുള്ള് ബ്ലാങ്ക്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. The ladder leans against a wall with its foot 3 cm away from the wall and make an angle 60 degree with the floor. ഈ ലീൻ എന്ന് പറഞ്ഞാൽ മതിലിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചാരി വെച്ചു എന്നാണ് ഈ ലീൻ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഏണി മതിലിൽ ചാരി വെച്ചിരിക്കുന്നു. ഏണിയുടെ ചുവട് മതിലിൽ നിന്ന് 3 മീറ്റർ അകലത്തിലും ഏണി തറയുമായുള്ള കോൺ 60 ഡിഗ്രിയും ആണ്. ഓക്കെ. അപ്പോൾ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ലാഡറിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാനാണ് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കിവിടെ sin 60 തന്നിട്ടുണ്ട്. പിന്നെ sin 60 വാല്യൂസും തന്നിട്ടില്ല ഗൈസ്. നൈസ്, നമ്മൾ പെട്ടിരിക്കുന്നു. ഓ ഇതിന് നമുക്ക് sin 60യുടെ ഒന്നും ആവശ്യമില്ല. സൈനിൻ്റെ ഒന്നും ആവശ്യമില്ലടാ. നമുക്ക് നേരത്തെ തന്നെ കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് ചുമരല്ലേ? ചുമരൊരിക്കലും ഇങ്ങനെയൊന്നും വരില്ലല്ലോ. വേറെ ആംഗിളൊന്നും വരില്ലല്ലോ. വേറെ ആംഗിളൊന്നും വരാൻ ചാൻസ് കുറവായിരിക്കും അല്ലേ. നമ്മളെന്തായാലും ഇവിടെ ഇത്ര ആംഗിളിലാണെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് 90 ഡിഗ്രിന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ. ഇത് 90 ഡിഗ്രിന്ന് നമുക്ക് എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. ഇത് നമുക്ക് അങ്ങനെയാണെങ്കിൽ എത്ര ആയിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും അല്ലേ. 30 ഡിഗ്രി ആയിരിക്കൂലേ? കണ്ടുപിടിച്ചില്ലേ? അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ലാഡറിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ലാഡർ എന്ന് പറയുന്നത് ഇതല്ലേ,
ഇതാണ് നമ്മുടെ ലാഡർ, ചെരിച്ച് വെച്ചത് കണ്ടോ, ചാരിയിട്ട് ചെരിച്ചിട്ട് വെച്ചു. ഇതാണ് നമ്മുടെ ലാഡർ. ലാഡർ എന്ന് പറയുമ്പോൾ ഇതാണ്. അപ്പോൾ ഈ ലാഡറിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 30, 60, 90 എന്ന് പറയുന്ന ഒരു ഇതിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 30:60:90 എന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് 30ക്ക് ഓപ്പോസിറ്റ് എന്ത് വന്നിട്ടുണ്ട്, 3 എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ 3 എന്ന് എഴുതുക. 3 എന്ന് പറയുമ്പോൾ 60ക്ക് 3√3 വരും. അതുപോലെ തന്നെ 90ക്ക് ഓപ്പോസിറ്റ് 90ക്ക് ഓപ്പോസിറ്റ് 6 എന്ന് വരും അല്ലേ 6 എന്ന് വരും. അപ്പോൾ നമ്മുടെ ലാഡറിൻ്റെ ലെങ്ത് 90ക്ക് ഓപ്പോസിറ്റ് നമുക്ക് എന്ത് വരും, 6 സെൻറ്റിമീറ്റർ എന്ന് വരും. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ആൻസർ 6 സെൻറ്റിമീറ്റർ. ഓക്കെ. ദ ഫുട്ട് ഓഫ് ദ ലാഡർ ഈസ് പുൾഡ് ടു മേക്ക് ആൻ ആംഗിൾ 30 degree വിത്ത് ദ ഫ്ലോർ. ഹൗ ഹൈ വിൽ ബി ഇറ്റ്സ് ടോപ്പ് ഫ്രം ദ ഗ്രൗണ്ട്? അത് മനസ്സിലായിനോ? ഇല്ല അല്ലേ. എന്നുവെച്ചാൽ ഏണിയുടെ ചുവട് പുറകോട്ട് വലിച്ചു, കുറച്ചും കൂടി എന്ത് ചെയ്തു, താഴോട്ടേക്ക് മാറ്റി. എന്നുവെച്ചാൽ ഇങ്ങനെയുള്ള ചങ്ങായിനെ കുറച്ച് ഇങ്ങനെ ആക്കിയിട്ട് വെച്ചു. ഓക്കെ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഏണിയുടെ മുകൾ അറ്റം തറയിൽ നിന്ന് എത്ര ഉയരമായിരിക്കും? മുകൾ അറ്റം എന്നുദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായോ? മുകളറ്റം എന്ന് പറയുന്നത് എന്നുവെച്ചാൽ ദ ഫുട്ട് ഓഫ് ദ ലാഡർ ഈസ് പുൾഡ് ടു മേക്ക് ഹൗ ഹൈ വിൽ ബി ടോപ്പ് ഫ്രം ദ ഗ്രൗണ്ട്. എന്നുവെച്ചാൽ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഹൈറ്റ് എന്നുവെച്ചാൽ ഈ ഫിഗർ 1 മോശം. ഇവിടുന്ന് ഇവിടത്തേക്ക് ഉള്ള ഹൈറ്റാണ് നമ്മൾ ഉദ്ദേശിച്ചത്. നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ ഇവിടെ എന്താണ് 36 to 90 തന്നെയല്ലേ വരിക. ഈ 30 ഡിഗ്രി നമുക്ക് എന്തായി, ഇവിടെ എന്തായി 60 ആയി അല്ലേ. ഇവിടെ അപ്പോൾ 60 ഡിഗ്രി ആയി. ഇത് മാറുന്നുണ്ടോ? ഇല്ലല്ലോ, 90 ഡിഗ്രിയാണ്. അപ്പോൾ 60ക്ക് ഓപ്പോസിറ്റായി. ഇപ്പോൾ എന്ത് 60ക്ക് ഓപ്പോസിറ്റായി ഇപ്പോൾ എന്ന് വെച്ചാൽ 30:60:90. അപ്പോൾ 60ക്ക് ഓപ്പോസിറ്റായി 3. പെട്ടില്ലേ ഇല്ലേ. 60ക്ക് ഓപ്പോസിറ്റ് 3 ആയി. പക്ഷേ 60ക്ക് ഓപ്പോസിറ്റ് 3 വരില്ല. 60ക്ക് ഓപ്പോസിറ്റ് 3 വരില്ല. ഇതിൻ്റെ നീളം പിന്നെ കൂടി, പിന്നെ ഇതാണ്, പിന്നെ ഇത്രത്തോളം വരും. എന്നുവെച്ചാൽ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുമ്പോൾ ഇത്രത്തോളം വരും, ഇത് മാത്രം വരില്ല. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള സാധനം കുറച്ചും കൂടി ഇങ്ങനെയായിട്ട് വെച്ചാൽ ഇതിൻ്റെ നീളമൊന്നും മാറുമൊന്നുമില്ലല്ലോ, നീളം അത് തന്നെ ആയിരിക്കൂലേ. അപ്പോൾ 90ക്ക് ഓപ്പോസിറ്റ് എപ്പോഴും എന്തായിരിക്കും, 90ക്ക് ഓപ്പോസിറ്റ് അതെന്തായിരിക്കും, 6 ആയിരിക്കും അല്ലേ. 90ക്ക് ഓപ്പോസിറ്റ് അത് 6 തന്നെ ആയിരിക്കും. 30ക്ക് ഓപ്പോസിറ്റ് എന്തായിരിക്കും, 30ക്ക് ഓപ്പോസിറ്റ് അത് 3 ആവും അല്ലേ. 30ക്ക് ഓപ്പോസിറ്റ് അപ്പോൾ 3 ആവും. 60ക്ക് ഓപ്പോസിറ്റ് 3√3. അപ്പോൾ ഇത് നമ്മൾ 3√3 ഇൻറ്റു 3 കൂടുന്നതേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇൻറ്റു √3 എന്തായിട്ടുള്ളൂ, ഇവിടെ കൂടിയിട്ടുള്ളൂ. പക്ഷെ നമുക്ക് ഇതൊന്നല്ല കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് കണ്ടുപിടിച്ചു. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത്ര വരെയുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് 3 മീറ്റർ എന്ന് കണ്ടുപിടിച്ചു. 3 മീറ്റർ എന്ത് ചെയ്തു നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ അല്ലേ. 3 മീറ്ററാണ്. 3 സെൻറ്റിമീറ്റർ അല്ല, മീറ്ററാണ്. ഓക്കെ. സെൻറ്റിമീറ്റർ എന്ന് എവിടെ എഴുതിയിട്ടില്ലല്ലോ, മീറ്ററാണ്. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ ആൻസർ 6 മീറ്റർ. അതുപോലെ തന്നെ രണ്ടാമത്തെ ആൻസർ ഇതൊക്കെ എവിടെ നിന്നാണ് സെൻറ്റിമീറ്ററൊക്കെ വരുന്നത്, മീറ്റർ എന്ന് വരും. ഓക്കെ അല്ലേ. ഇത്ര വരെ ഓക്കെ അല്ലേ. ഇത് ഓക്കെ. വെറുതെ 2 പേജ് ഇട്ടു. ഇനി മക്കളെ വന്നിട്ട് അത്യാവശ്യം ഹാർഡാണെന്ന് തോന്നിക്കുന്ന ഒരു ക്വസ്റ്റ്യനിലേക്ക്. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്ക് എന്താ നോക്കാമല്ലോ. ABCD ഈസ് എ റോംബസ്. ABCD എന്ന് പറയുന്നത് റോംബസ് ആണ്. എന്ന് വെച്ചാൽ എന്നാ, സമഭുജ സാമാന്തരികം എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 4 സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ഇനിയിപ്പോൾ ആലോചിക്കണ്ട. ആംഗിൾ BAD എന്ന് പറയുന്നത് എന്തായിരിക്കും, 80 ഡിഗ്രിയാന്ന് പറയുന്നുണ്ട്. AC 10 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നുണ്ട്. ഏതാണ് AC എന്ന് പറയുന്നത്, ഇവിടുന്ന് ഇത്രയുള്ള നീളം 10 സെൻറ്റിമീറ്റർ ആണെന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇപ്പോൾ 10 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതൊന്നും കുഴപ്പമില്ല. നമ്മളവിടെ ആദ്യം കണ്ടുപിടിക്കാൻ പറഞ്ഞത് AP-യുടെ ലെങ്ത്താണ്. അപ്പം AP-യുടെ ലെങ്ത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിവിടെ എന്താണ് നടക്കുന്നത്, ഇൻ്റർസെക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, മലയാളത്തിൽ പറയാം, അല്ല ഇംഗ്ലീഷിൽ പറയാം, ഇൻ്റർസെക്ഷൻ. ഇതിനെ നമുക്ക് ഇൻ്റർസെക്ഷൻ എന്ന് പറയാം. 2 ഡയഗണൽസും കൂട്ടിമുട്ടുന്നത്. ഇതൊരു ഡയഗണൽ അല്ലേ, ഈ ഡയഗണലിനെ മുറിക്കുന്നതല്ലേ ഇത്.
അപ്പോൾ പകുതിയായിട്ട് തന്നെയല്ലേ മുറിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. എന്ന് വെച്ചാൽ 10ൻ്റെ പകുതി 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി ഫൈൻഡ് ദ ലെങ്ത് ഓഫ് പി ബി എന്ന് വെച്ചാൽ പി ബിയുടെ നീളം കാണാൻ. പി ബി ഏതാണ് പി ബി? പി ബി ഇതാണ്. ഓക്കെ, ഇതാണ് പി ബി എന്ന് പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് പി ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫിഗർ നോക്കാം. ഈ ഫിഗറിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ഇത് പകുതിയായിട്ടാണ് പോകുന്നത്. ഇത് ആംഗിൾ ബൈസെക്റ്റ് ചെയ്യാന്ന്. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് 40 ഡിഗ്രിയോ നേരെ പകുതിയോ 40 ഡിഗ്രി എന്ന് വരും. ഓക്കെ, അപ്പോൾ എത്ര വരും? 90 ഡിഗ്രി. ഇതങ്ങനെയാണെങ്കിൽ 50 ഡിഗ്രി വരും. ഓക്കെ അല്ലേ? എന്ന് വെച്ചാൽ ഇത് 40 ഡിഗ്രി വരും, ഇത് 50 ഡിഗ്രി വരും, ഇത് 90 ഡിഗ്രി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഏതാ? ബി പി ആണ് അല്ലേ? ബി പി ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ബി പി ആണ് കണ്ടുപിടിക്കേണ്ടത്. ബി പി കണ്ടുപിടിക്കാൻ നമുക്ക് ആകെ ഒന്നിൻ്റെ ലെങ്ത്ത് മാത്രമേ അറിയൂ. എന്ത്? പി എയുടെ ലെങ്ത്ത് മാത്രമേ അറിയൂ. 5 സെൻറ്റിമീറ്റർ. നമുക്ക് പി ബിനെ കണ്ടുപിടിച്ചൂടെ? അപ്പോൾ നമുക്ക് സൈന് വേണോ കോസ് വേണോ? അപ്പോൾ നമുക്ക് സൈൻ എടുത്ത് നോക്കാമല്ലോ. സൈന് നമുക്ക് എന്ത് ചെയ്യാം? എടുത്ത് നോക്കാം. സൈൻ നമുക്കിപ്പോൾ എത്ര എടുക്കുന്നത്? 50ക്ക് ഓപ്പോസിറ്റ് എത്രയാണ്? 5 ആണെന്ന് പറയാം. അപ്പോൾ സൈൻ 40 നമുക്ക് എടുത്ത് നോക്കാം. സൈൻ 40 ഈസിക്കൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. ഓപ്പോസിറ്റ് എന്താണ്? എച്ച് എന്ന് കൊടുക്കാം. ഹൈപ്പോട്ടനസ് ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്? അപ്പോൾ ഹൈപ്പോട്ടനസ് നമുക്കിവിടെ ഹൈപ്പോട്ടനസ് ഇതാണെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സൈൻ എടുത്താൽ നടക്കില്ല. നമുക്ക് എന്ത് ചെയ്യാം? സൈൻ എടുത്താൽ നടക്കില്ല. അപ്പോൾ നമുക്ക് സൈൻ ഒഴിവാക്കാം. സൈൻ പോടാ. പിന്നെ ഓപ്പോസിറ്റ് വരുന്നത് എന്താണ്? ടാൻ ആണ് അല്ലേ? അപ്പോൾ ടാൻ നമുക്ക് ഓപ്പോസിറ്റ് ബൈ അഡ്ജസെൻ്റ് വരും അല്ലേ? അഡ്ജസെൻ്റ് എന്ന് വരും. ഓപ്പോസിറ്റ് ബൈ അഡ്ജസെൻ്റ് എന്ന് വരും. അപ്പോൾ ഓപ്പോസിറ്റ് നമുക്ക് ബി പി കിട്ടി. അപ്പോൾ ഓപ്പോസിറ്റ് എന്താണ്? ബി പി. അഡ്ജസെൻ്റ് 5. ടാൻ എത്രയാണ്? 40 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ടാൻ 40 ഡിഗ്രി. അപ്പം ബി പി ഈസിക്കൽ ടു ടാൻ 40 × 5. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ 40 എന്ന് പറയുന്നത് എത്രയാണ്? ടാൻ 40 എന്ന് പറയുന്നത് 0.83 × 5. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.83 × 5 എത്ര വരിക? 83 × 5 എന്ന് പറയുന്നത് 4.15. എത്രയാണ്? സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ ബി പിയുടെ ലെങ്ത്തും കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ പി ബിയുടെ ലെങ്ത്തും കണ്ടുപിടിച്ചു. എത്രയാണ്? 41.5 സെൻറ്റിമീറ്റർ. സിമ്പിളായിട്ട് കണ്ടുപിടിച്ചില്ലേ നമ്മൾ? ഓക്കെ അല്ലേ? ഇനി കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് റോംബസ്. റോംബസ് ഏരിയ കണ്ടുപിടിക്കാൻ അറിയാത്തവരായി പലരും ഉണ്ടാവും. ഏരിയ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ½ × d1 × d2. ഓക്കെ, ഏരിയ എന്ന് പറയുന്നത് ½ × d1 × d2. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നിൻ്റെ അറിയാം അല്ലേ? 1/2 × ½ × ഒരു d1 നമുക്ക് എത്രയാണെന്ന് അറിയാം. എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ആണെന്ന് അറിയാം. മറ്റേതും അറിയാലോ അല്ലേ? മറ്റേത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. എത്രയാണ് കണ്ടുപിടിച്ചത്? എന്ന് വെച്ചാൽ 4.15 എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ 4.15 എന്ന് പറയുന്നത് പി എയുടെ ലെങ്ത് ആണ് അല്ലേ? പി എയുടെ ലെങ്ത് ആണ് 4.15 അല്ല 4.15 ആണ്. സോറി 4.15 എന്ന് വരും. 4.15 ആണ്. അപ്പോൾ 4.15 അല്ലേ? അപ്പോൾ നമുക്ക് 4.15 പി എയുടേത്. അപ്പം പി എയുടേതല്ല, പി ബി യുടേത്. പി ബി യുടേത്. അപ്പോൾ നമുക്ക്
പി ബിയുടേതും എന്തായിരിക്കും? പി ഡിയുടേതും 4.15 ആയിരിക്കും അല്ലേ? പി ഡി അല്ലെങ്കിൽ പി ഡി അല്ല, ബി ഡി ആയിരിക്കും അല്ലേ? ആ പി ബി. അപ്പോൾ ബി ഡി ആയിരിക്കും എന്ത് എന്ന് വെച്ചാൽ ബി ഡി ആണ് D2, ഡയഗണൽ 2. അപ്പോൾ D2 എന്ന് പറയുന്നത് എത്രയാണ്? 4.15 പ്ലസ് 4.15, ദാറ്റ് ഈസ് 8.3 വരും. 8.3 വരും. ഓക്കെ, 5 3 വരും. 8.3 എന്ന് വരും. ഓക്കെ, അപ്പം 1/2 ഇൻറ്റു 10 ഇൻറ്റു 8.3 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് വരിക? ഹാഫ് ഇൻറ്റു 10 എത്രയാണ്? ഹാഫ് ഇൻറ്റു 10 നമുക്ക് എന്ത് ചെയ്യാം? 5 എന്ന് എഴുതാമല്ലോ. അപ്പോൾ 5 ഇൻറ്റു 8.3 ദാറ്റ് ഈസ് ഈക്വൽ ടു 41.5 എന്ന് വരും. 41 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വെച്ചാൽ 41.5 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ അല്ലേ? ഇത്ര വരെ ഓക്കെ അല്ലേടാ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഇത്ര വരെ ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നത് ഇപ്പം എ ബോയ് ടോൺ സ്റ്റാർട്ടിങ് at the top of a building 8.5 meter high എന്നാ പറയുന്നത് അല്ലേ? 5 meter high sees the top of a tower at an elevation 40 degree. അപ്പോൾ എലിവേഷൻ 40 ഡിഗ്രി ആണെന്ന് പറയുന്നുണ്ട്. ടവറിലേക്ക് നോക്കുന്നതിൻ്റെ എലിവേഷൻ 40 ഡിഗ്രി ആണെന്ന് എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. എലിവേഷനും പറയുന്നുണ്ട്, ഡിപ്രഷനും പറയുന്നുണ്ട്. ഓക്കെ, ബോട്ടം ടു ദ ടവർ എന്ന് വെച്ചാൽ ടവറിൻ്റെ ബോട്ടം അറ്റത്തിലുള്ള എലിവേഷൻ അല്ല ഡിപ്രഷൻ എത്രയാണെന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളോട് ആദ്യം ചോദിക്കുന്നത് റഫ് ഫിഗർ വരക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ റഫ് ഫിഗർ നമുക്ക് എന്ത് ചെയ്യാം? റഫ് ഫിഗർ വരക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം പറയുന്നുണ്ട് എന്നാ പറയുന്നത്? സ്റ്റാൻഡിങ് അറ്റ് ദ ടോപ്പ് ഓഫ് ബിൽഡിംഗ് 8.5 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്കൊരു ബിൽഡിങ് വരച്ചു കൊടുക്കാം. ഓക്കെ, ഈ ബിൽഡിങ്ങിൽ നമുക്ക് കുറച്ചും കൂടി നീട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കുട്ടീനെയും കൂടി എന്ത് ചെയ്യാം? വരച്ചു കൊടുക്കാം. ഓക്കെ, എന്നിട്ട് എന്ത് പറയുന്നു? സ്റ്റാൻഡിങ് അറ്റ് ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് 8.5 ആൻഡ് സീസ് ദ ടോപ്പ് ഓഫ് ദ ടവർ. അപ്പോൾ നമുക്ക് കുട്ടിയുടെ ഇത് കൂടി കൊടുക്കാം അല്ലേ? കുട്ടിയുടെയും കൂടി കൊടുക്കാം. കുട്ടീനെ നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് ചെറിയൊരു പോർഷൻ നമുക്ക് കുട്ടിയുടെ ഇതിന് വേണ്ടിയിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതാ ഇങ്ങനെ ഞാൻ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, കുറച്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുന്നു. എന്നിട്ടോ കുട്ടിയുടെ പിന്നെ പറയുന്നുണ്ട് എലവേഷനാണ് പറയുന്നത്. അപ്പോൾ എലവേഷന് വരക്കാം. എലവേഷൻ വരക്കാൻ നിന്നാൽ നമുക്കിതാ ഇവിടുന്ന് കുറച്ച് ഇങ്ങോട്ടേക്ക് ഒരു ഡിഗ്രിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വരച്ചു കൊടുക്കുന്നു. ഒരു ഡിഗ്രിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വരച്ചു കൊടുക്കുന്നു. പിന്നെ ഇതാ ഇവിടുന്ന് ഇവിടത്തേക്കും ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് എന്ത് പറയുന്നു? ബോട്ടം ഓഫ് ദ ടവർ അറ്റ് ഡിപ്രഷൻ. ബോട്ടം ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിപ്രഷൻ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? കുത്തോട്ടാണ് അല്ലേ? താഴോട്ടാണ്. അപ്പോൾ താഴോട്ടേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? വരക്കുന്നു. ഓക്കെ, താഴോട്ട് വരച്ചാൽ ഓക്കെ, അപ്പോൾ നമ്മളിത് താഴോട്ട് വരക്കുന്നു. ഇതും ടച്ച് ചെയ്യുന്നു. ഓക്കെ, അതുപോലെ ഇതും ടച്ച് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ റഫ് ഫിഗർ എന്ന് പറയുന്നത്. റഫ് ഫിഗർ എന്ന് വെച്ചാൽ കയ്യിനെ കൊണ്ട് വരക്കാനല്ല, അത്യാവശ്യം സ്കെയിലിനെ കൊണ്ടെല്ലാം വരച്ച് വൃത്തിക്ക് വരക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എലവേഷൻ അപ്പോൾ നമുക്ക് ബോയുടെ 1.5 മീറ്റർ എന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒന്ന് എഴുതി കൊടുക്കാം. 1.5 മീറ്റർ എന്ന് പറയുന്നുണ്ട്.
അതുപോലെ തന്നെ ഇതിൻ്റെതെന്ന് പറയുന്നത് 8.5 മീറ്റർ എന്നും പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? സെറ്റല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആംഗിൾസ് മാർക്ക് ചെയ്യാം. ആംഗിൾസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആംഗിൾ ഇവിടെ വരുന്ന ആംഗിൾ എത്രയാണ്? 40 ഡിഗ്രിയാണ്. എലിവേഷനിൽ 40 ഡിഗ്രിയും ഡിപ്രഷനിൽ 50 ഡിഗ്രിയും ആണെന്ന് പറയുന്നുണ്ട്. ഇവിടെ 50 ഡിഗ്രി ആകുമ്പോൾ എന്താവും? ഇവിടെയും 50 ഡിഗ്രി ആവും അല്ലേ? ഇവിടെ 50 ഡിഗ്രി ആകുമ്പോൾ ഇവിടെ 50 ഡിഗ്രി ആവും. ഓക്കെ, ഔട്ടർ ആംഗിൾ. ഓക്കെ, അപ്പോൾ അത്ര ഓക്കെ അല്ലോ. പിന്നെ ഒന്നും പറയുന്നില്ല. പിന്നെ നമ്മളോട് പറയുന്നത് ഹൗ ഫാർ ഫ്രം ദ ബിൽഡിംഗ് എന്ന് വെച്ചാൽ, ഫാർ എന്ന് ഉദ്ദേശിച്ചത് അകലമാണ് ഉദ്ദേശിച്ചത്. അകലം എന്നാണ് ഉദ്ദേശിച്ചത്. ഇവിടുന്ന് ഇവിടത്തേക്കുള്ള അകലമാണ് ഉദ്ദേശിച്ചത്. എന്ന് വെച്ചാൽ ഇത്രയും പോർഷൻ്റെ അളവാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പോർഷൻ്റെ അളവെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് എഴുതിയെടുക്കാം. ഓക്കെ, നമുക്കൊന്ന് ഇതിൻ്റെ അളവൊന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിനൊരു പേരിട്ട് കൊടുക്കാം. പേര് നമുക്ക് എ എന്ന് എഴുതാം, ബി എന്ന് എഴുതാം, അതുപോലെ തന്നെ ഇവിടെ സി എന്ന് എഴുതാം, ഡി എന്ന് എഴുതാം, ഇ എന്ന് എഴുതാം. ഓക്കെ, ഇ എന്നും എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എത്രയാണ് തന്നിരിക്കുന്നത്? ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് 50 ഡിഗ്രിയിൽ നമുക്ക് ഈ ഒരു ഇതെല്ലാം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 50 ഡിഗ്രിയിൽ ഇതിനെ നമ്മൾ പറയുന്നത് എന്താണ്? അഡ്ജസൻ്റ് അല്ലെങ്കിൽ സമീപവശമാണ്. അപ്പോൾ നമുക്ക് സമീപവശം വരുന്നത് ടാനും അതുപോലെ തന്നെ കോസിലുമാണ് അല്ലേ? ടാനിലും കോസിലുമാണ്. ഓക്കെ, പക്ഷേ നമുക്ക് എന്ത് തന്നിട്ടില്ല? ഹൈപ്പോട്ടനസ് തന്നില്ല. പക്ഷേ എതിർവശം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് തന്നെയാണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് വരുന്നത് എന്താണ്? ടാൻ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് അല്ല, അഡ്ജസൻ്റ് ഉണ്ട്. നമുക്ക് അത് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ടാൻ 50 നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ യൂസ് ചെയ്യാം. ടാൻ 50 ഡിഗ്രി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ യൂസ് ചെയ്യാം. അപ്പോൾ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് എന്ന് വരും. ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് 8.5 മാത്രമാണോ? കൂടെ ഇതും ഉണ്ടല്ലേ. അപ്പോൾ അത് എത്രയാണ്? 8.5 എന്ന് വെച്ചാൽ 8.5 പ്ലസ് 1.5 ബൈ ഇവിടെ അഡ്ജസൻ്റ് എന്താണ്? അഡ്ജസൻ്റ് എന്ന് പറയുന്നത് എന്താണ്? അഡ്ജസൻ്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ എ ബി എന്ന് നമുക്ക് എന്ത് ചെയ്യാം, പേര് കൊടുക്കാം. അപ്പം എ ബി എന്ന് നമുക്ക് എന്ത് ചെയ്യാം, പേര് കൊടുക്കാം. എ ബി ദാറ്റ് ഈസ് 10/AB 10/AB എന്ന് പേര് കൊടുക്കാം. ഓക്കെ, 10/AB. ഓക്കെ, 10/AB ആണ്. tan 50 ആണ് 10/AB. ഓക്കെ, അപ്പോൾ tan 50 എത്രയാണെന്ന് നമുക്ക് പറയുന്നുണ്ട് അല്ലേ? tan 50 എത്രയാണെന്ന് പറയുന്നുണ്ടല്ലോ. tan 50 ഡിഗ്രി എത്രയാണ്? tan 50 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1.12 എന്ന് പറയും. 1.2 അല്ലെങ്കിൽ 1.2 എന്ന് തന്നെ എഴുതാം. 1.2 എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനിപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ 1.2 ഇൻറ്റു AB ദാറ്റ് ഈസ് ഈക്വൽ ടു 10. ഇതിൽ കൂടെ നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. ദാറ്റ് ഈസ് ഈക്വൽ ടു AB. അപ്പം 10/1.2 എന്ന് എഴുതും. ഇതിൽ കൂടെ ഇപ്പം 10/1.2 എന്നുള്ളത് 10 ഇൻറ്റു 10 ചെയ്യുക അല്ലേ? 10 ഡെസിമൽ പോയിന്റ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ 100/12 എന്ന് വരും. അപ്പോൾ 100/12 എത്രയാ? 100/12 എത്ര വരും? 8.3 എന്ന് വരും. 8.3 എന്ന് വരും. 8.3 എന്ന് വരും. അപ്പോൾ 8.3 മീറ്റർ എന്ന് വരും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഇത് എത്ര വരിക? 8.3 മീറ്റർ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളെ ആദ്യത്തെ ആൻസർ എന്ന് പറയുന്നത് 8.3 മീറ്റർ. ഓക്കെ, ഇനി നമ്മൾ ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ. ടവറിൻ്റെ ഹൈറ്റ് എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഇവിടം വരെയുള്ളത് കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് ബി തൊട്ട് സി വരെയുള്ളത് എത്രയാണെന്ന് അറിയാം അല്ലേ? ബി സി എന്ന് പറയുന്നത് 10 ആണെന്ന് അറിയാം. പിന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്?
ഡി സി ആണ് നമ്മളിനി കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡി സി കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ഡി സിനെ നമുക്ക് ഇവിടെ ഡി സിൻ്റെ എവിടെയെങ്കിലും വല്ല ആംഗിളും ഉണ്ടോ? ഉണ്ടല്ലേ. ഇവിടെ ഒരു ആംഗിൾ ഉണ്ട് 40 ഡിഗ്രി. അപ്പോൾ ഈ 40 ഡിഗ്രിക്ക് ഇതിന് ഓപ്പോസിറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓപ്പോസിറ്റ് വരുന്നത് നമുക്ക് ഏതെല്ലാം ഉണ്ട്? ക്വസ്റ്റ്യൻ നമുക്ക് ടാനേ തന്നിട്ടുള്ളൂ. അപ്പോൾ ടാന് എടുക്കാം അല്ലേ. അപ്പോൾ ടാൻ എടുക്കാം. അപ്പോൾ ടാൻ ഈസിക്കൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടൻസ് അല്ല അഡ്ജസൻറ്റ് അല്ലേ. അപ്പോൾ നമുക്ക് ടാൻ 40 എടുക്കാം. അപ്പോൾ നമുക്ക് ടാൻ 40 എടുക്കാം. അപ്പോൾ ടാൻ 40 ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് ആണ് അല്ലേ. അപ്പോൾ ടാൻ 40 ഈസിക്കൽ ടു ഓപ്പോസിറ്റ് എന്നാ, ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താ ഇവിടെ? ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ടാൻ 40 ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഡി സി ആണ് അല്ലേ. ഡി സി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡി സി എന്ന് എഴുതാം. അപ്പം ഡി സി എന്ന് എഴുതാം. ഡി സി ബൈ എന്ത് വരും? അഡ്ജസൻ്റ് എന്നാ, അഡ്ജസൻ്റ് എന്ന് പറയുന്നത് ഇ സി ആണ് അല്ലേ. ഇ സി ഇതാണ് ഇ സി. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇ സി എന്ന് എഴുതാം. ഓക്കെ, ഇ സി എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി സി എന്താണെന്ന് അറിയില്ല. അപ്പം നമുക്ക് ഡി സി എന്താണെന്ന് തന്നെ എഴുതാം. ഡി സി ബൈ ഇ സി എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇ സി എന്താണ്? ഇ സി എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. ഇപ്പം ഇ സി എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ ഇ സിയും ഈ എ ബി എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ എത്രയാണ്? 8.3 എന്ന് എഴുതാം. അപ്പം 8.3 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ടാൻ 40 എത്രയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ടാൻ 40 എത്രയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ടാൻ 40 എത്രയാണ്? ടാൻ 40 നമുക്ക് എത്ര തന്നിട്ടുണ്ട്? ടാൻ 40 എന്ന് പറയുന്നത് 0.83 ആണ് തന്നിട്ടില്ല അല്ലേ. 0.8384 84 നമുക്ക് എഴുതാം. അപ്പം 0.84 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? എ ബി അല്ല, ഡി സി ബൈ 8.3. ഓക്കെ, ഡി സി ഈസ് ഈക്വൽ ടു 8.3 എന്ന് എഴുതാം. ഇത്ര വാക്കല്ലേ. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ചങ്ങായിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ഈ ചങ്ങായി ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് പോയാൽ 0.84 ഇൻറ്റു 8.3 ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി സി എന്ന് എഴുതാം. അപ്പോൾ 0.84 ഈസ് ഈക്വൽ ടു 0.84 ഇൻറ്റു 83 എന്ന് പറയുന്നത് എത്ര വരും? 0.84 ഇൻറ്റു 8.3 എന്ന് പറയുന്നത് എത്ര വരും? 2.7 792 എന്ന് എഴുതാം അല്ലേ. 792 എന്ന് വേണമെങ്കിൽ എഴുതാം. 792 2.792 ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ബി സി ഇവിടെ 10 തന്നിട്ടുണ്ട്. ബി സി പ്ലസ് ഡി സി എന്ന് പറയുന്നതാണ്. ഡി സി ഈസ് ഈക്വൽ ടു ഡി സി അല്ലേ. ഡി സി ഈസ് ഈക്വൽ ടു ഇ ഡി അല്ല, സോറി, ബി ഡി അല്ലേ ബി ഡി. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു ബി സി 10 ആണ്. 10 പ്ലസ് ഡി സി 2.792 ദാറ്റ് ഈസ് ഈക്വൽ ടു 12.792 എന്ന് എഴുതാം. 12.792 എന്ന് നമുക്കെന്ത് എഴുതാം? എഴുതാം. എന്തോ ഒരു തെറ്റ് വന്ന പോലെ. തെറ്റുണ്ടല്ലോ. 8.3 ദാറ്റ് ഈസ് ഇല്ല 6 സോറിടാ, ഒരു തെറ്റ്, ഒറ്റ തെറ്റ്. 6 പോയിൻ്റ് ആണ്, സോറി, 6.972 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 16.972 ആണ് വരിക. 16.972 അത്രയേ ഉള്ളൂടാ, ചെറിയ തെറ്റേ ഉള്ളൂ, സോറി. ഓക്കെ, അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ സെറ്റാക്കിയില്ലേ.
ഇനി ഒരു പ്രശ്നമില്ലല്ലോ, പ്രശ്നമേ ഇല്ലല്ലോ, എല്ലാം ഓക്കെ അല്ലേ? ഒരു പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാലോ. എ മാൻ എവിടെ? A man standing on the top of a building sees the top of the tower 400 meter away at an elevation of 35 degree എന്ന് പറയുന്നുണ്ട് അല്ലേ? A man standing on the top of a building sees the top of a tower 40 degree away at an elevation of 35 degree and sees the foot of the tower at a depression of 50 degree. Draw a rough figure using the given data. Draw a rough figure വരക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കത് മാൻ സ്റ്റാൻഡിങ് ടോപ്പ് ഓഫ് എ ബിൽഡിംഗ്. അപ്പോൾ നമുക്കൊരു ബിൽഡിംഗ് വരക്കാം. അപ്പോൾ നമുക്കാദ്യം ഒരു ബിൽഡിംഗ് വരക്കാം. ആ ബിൽഡിങ്ങിൻ്റെ ഒരു ഇത്തിരി പോർഷൻ നമുക്ക് എന്ത് ചെയ്യാം, മാനിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇത്തിരി പോർഷൻ ടോപ്പിലായതുകൊണ്ട് നമുക്കൊന്ന് മാറ്റി വെക്കുന്നു. ഓക്കെ, പിന്നെന്ത് പറയുന്നു? ബിൽഡിംഗ് സീസ് 40 മീറ്റർ അവേ. അപ്പോൾ 40 മീറ്റർ അവേ എന്ന് പറയുന്നത്. അപ്പോൾ 40 മീറ്റർ അവേ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഒരു ഇത്ര അകലത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വിടുന്നു. ഓക്കെ അല്ലേ? 40 മീറ്റർ അവേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 40 മീറ്റർ എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അവേ അറ്റ് ആൻ എലിവേഷൻ 45 ഡിഗ്രി അല്ല 45 അല്ല 35 ഡിഗ്രി എന്ന് പറയുന്നുണ്ട്. 35 ഡിഗ്രി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 35 നമുക്ക് ഇവിടത്തേക്ക് നമുക്ക് 35 വരച്ചെടുക്കാം. 35 വരച്ചെടുക്കാം. അപ്പം ഇനി എന്താ പറയുന്നത്? ഡിപ്രഷൻ പറയുന്നുണ്ട് അല്ലേ? ഡിപ്രഷൻ നമുക്ക് ഇവിടുന്ന് ഡിപ്രഷൻ ഒന്ന് വരച്ചു കൊടുക്കാമല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ വരച്ച അതേ ഫിഗറിനോട് സാമ്യമുള്ള സംഭവം തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന എലിവേഷൻ എത്രയാണ് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് എഴുതണം. എലിവേഷൻ എത്രയാണ് നമുക്കൊന്ന് എഴുതണം. അപ്പോൾ എലിവേഷൻ ഒന്ന് എഴുതാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എലിവേഷൻ 35 ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 35 മീറ്റർ അല്ലേ ഡിഗ്രി. പിന്നെ ഡിപ്രഷൻ 50 ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 50 ഡിഗ്രി. ഓക്കെ അല്ലേ? പിന്നെ പറയുന്നത് ഇത് ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് എത്രയാണെന്ന് നമുക്ക് എഴുതാം. 40 മീറ്റർ കൂടി 40 മീറ്റർ ആണ്. ഓക്കെ, ഡ്രോ എ റഫ് ഫിഗർ. അപ്പോൾ നമ്മളിനി ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് ആണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 50 ആയിരിക്കും. നമുക്ക് ഇവിടെ എന്തിൻ്റെയൊക്കെ വാല്യൂ ഉണ്ട്? tan 35, tan 40, tan 50 തന്നിട്ടുണ്ട്. ഓക്കെ അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് എല്ലാം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബിൽഡിംഗ് ഏതാണ്? അപ്പം ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ? ഇതാണ് ബിൽഡിംഗ്. അപ്പോൾ ഇതാണ് ബിൽഡിംഗ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പേരിട്ട് കൊടുക്കാം. ABCDE. ഓക്കെ പിന്നെന്താ? പിന്നെ നമുക്ക് tan 35, tan 40, tan 50 തന്നിട്ടുണ്ട്. അപ്പോൾ ഹൈറ്റ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഹൈറ്റ് കണ്ടുപിടിക്കാനാണെങ്കിൽ നമുക്ക് എന്തിട്ടുണ്ട്? അഡ്ജസൻറ്റ് സൈഡ് എത്രയാണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? അഡ്ജസൻറ്റ് സൈഡ് 40 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? tan 50 യൂസ് ചെയ്യാം. tan 50 = ഓപ്പോസിറ്റ് നമുക്ക് എത്രയാണ്? AE ആണ്. AE അഡ്ജസൻറ്റ് 40. tan 50 എത്രയാണ്? 1.19 എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? 1.19. ഓക്കെ, നേരത്തെ നമ്മൾ tan 50 എടുത്താൽ എത്ര വന്നത്?
1050 1.2 ആയിരുന്നില്ലേ, ഇപ്പോൾ 1.19 ആയോ? അതെങ്ങനെ? ഇവിടെ തന്ന വാല്യൂ നമുക്കിനി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 1.19 എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഇ എന്ന് പറയുന്നത് അറിയില്ല, എ ഇ അവിടെ തന്നെ നിൽക്കട്ടെ, ദാറ്റ് ബൈ 40. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, 14 ഇപ്പുറത്തേക്ക് എടുക്കാം. ഇപ്പുറത്തേക്ക് എടുത്താൽ എന്ത് ചെയ്യും, എന്ത് വരും, 1.19 ഇൻറ്റു 40 ഈസ് ഈക്വൽ ടു എ ഇ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1.19 ഇൻറ്റു 40 എത്രയാണ് ഗൈസ്? 47.6 മീറ്റർ എന്ന് വരും. അപ്പം നമ്മൾ എന്തായിട്ടുണ്ട്, 47.6 എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എഴുതാം. അപ്പോൾ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഇതെന്ന് വെച്ചാൽ 47.6 മീറ്റർ എന്ന് എഴുതാം. ഓക്കെ, ബിൽഡിങ്ങിൻ്റെ മാത്രം. ഇനി കണ്ടുപിടിക്കാൻ പറഞ്ഞത് വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ. ടവറിൻ്റെ ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ, ടവറിൻ്റെ ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ബോയിനെ പറ്റി നമുക്കിവിടെ എന്തെങ്കില്ല, ഇവിടെ ഈ ബോയിനെ പറ്റി നമുക്കിവിടെ പറയണമെന്നില്ല. ഈ ബോയിനെ നമുക്ക് എന്ത് ചെയ്യാൻ, അയ്യോ വേണ്ട, ബോയിനെ നമുക്ക് റിമൂവ് ചെയ്താളയാ, ബോയിൻ്റെ ആവശ്യമില്ല ഇവിടെ അങ്ങനെയാണെങ്കിൽ. ഓക്കെ, ബോയ് നോക്കുന്നതിൻ്റെ ഒന്നും ഇവിടെ പറയുന്നില്ല. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ടവർ, ടവറിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ടവറിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രത്തോളം പോർഷൻസ് കണ്ടുപിടിച്ചതിന് ഈ പോർഷനാണ് കണ്ടുപിടിക്കേണ്ടത്, ഡി സി. അപ്പോൾ ഡി സി കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഡി സി ഈസ് ഈക്വൽ ടു അറിയില്ല, എ ബി ഈസ് ഈക്വൽ ടു അല്ല ബി സി ഈസ് ഈക്വൽ ടു നമുക്ക് എത്രയാണെന്ന് അറിയാം അല്ലേ, ബി സി ഈസ് ഈക്വൽ ടു എത്രയാണെന്നറിയാം, 47.6 ആണെന്ന് അറിയാം, 47.6 ആണെന്ന് അറിയാം. ഓക്കെ, അപ്പം ബി ഡി ആണ് ഹൈറ്റ് അല്ലേ, ടവർ. ഓക്കെ, ടവറിൻ്റെ ഹൈറ്റ് ഇനി നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. അപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 35 ഉണ്ട്. അപ്പോൾ tan 35 എടുക്കാം. tan 35 ഡിഗ്രി ഈസ് ഈക്വൽ ടു നമുക്ക് ഇവിടെ എത്ര ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഡി സി ആണ്, ഡി സി ബൈ അഡ്ജസൻ്റ് എന്ന് പറയുന്നത് ഇ സി ആണ്, ഇ സി. tan 35 എത്രയാണ്, tan 35 ഈസ് ഈക്വൽ ടു ഡി സി ബൈ 40, ദാറ്റ് ഈസ് ഈക്വൽ ടു tan 35 എത്രയാണ്, tan 35 0.70. അപ്പോൾ 0.70 ഇൻറ്റു 40 ഈസ് ഈക്വൽ ടു ഡി സി. അപ്പോൾ 0.70 അപ്പം 0.70, അപ്പോൾ 0.70 ഇൻറ്റു ആണ് അല്ലേ, ഇൻറ്റു 40 ഈസ് ഈക്വൽ ടു 28 ഈസ് ഈക്വൽ ടു ഡി സി. അപ്പോൾ നമുക്ക് എത്രയും ഹൈറ്റ് ഓഫ് ദ ടവർ എന്ന് പറയുന്നത് 28 വരും, 28 വരും. അതെങ്ങനെ 28 മീറ്റർ വരും, അതെങ്ങനെ വരുക, 28 തന്നെയാണോ, ഉറപ്പ് തന്നെയാണല്ലോ, 28 വരുമോ. സീസ് ഫൂട്ട് ഓഫ് ദ ടവർ ഡിപ്രഷൻ 50 ഡിഗ്രി. ഓക്കെ, പിന്നെ ടവർ 40 മീറ്റർ എത്തുന്ന എലിവേഷൻ 35 ഡിഗ്രി. പിന്നെ കറക്റ്റാണെന്ന് തോന്നുന്നു, ഇതിൻ്റെ ആൻസർ കറക്റ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സോറി, വെറുതെ അല്ല തെറ്റാൻ കാരണം 28 അല്ല, 28 നമുക്ക് കിട്ടി. 28ൻ്റെ കൂടെ എന്താണ് ഈ ബി സിയുടെ ലെങ്ത്തും കൂടി കൂട്ടണം. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു 28 പ്ലസ് 47.6 കൂടി നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. 28 പ്ലസ് 47.6 കൂടി ആഡ് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യും, ആൻസർ കിട്ടും 75.6.
ഓക്കെ, 75.6 ആണ് ആൻസർ. ഒരബദ്ധം നാറ്റിക്കരുത്, ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഓക്കെ അല്ലേ? ഇപ്പം ഇത്രയും സെറ്റ് അല്ലേടാ? ഇനി അടുത്തതിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നു. ഇതെന്ത് ചെയ്യുന്നു, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹോംവർക്കാണ്. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഒറ്റയ്ക്ക് ചെയ്താലേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക. ഇതിൻ്റെ റഫ് ഫിഗറിൻ്റെ എന്തായാലും ഇതാക്കാൻ പറ്റില്ല, പക്ഷേ ഹൈറ്റും അതുപോലെ തന്നെ ഹൗ ഫാർ ഈസ് ദ ഗേൾ സ്റ്റാൻഡിങ് ഫ്രം ദ ബോട്ടം ഓഫ് ദ ടവർ, ഈ രണ്ടിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും അയ്യോ എന്നിട്ടും ഉണ്ടല്ലോ ഒരു ക്വസ്റ്റ്യൻ. വെയിറ്റ്, എന്നാൽ ഞാനത് ചെയ്യാടാ. എന്നാൽ ഞാൻ ആ ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. അപ്പം എ ബോയ് സ്റ്റാൻഡിങ് 40 meter away from the foot of the tower. He sees the top of the tower at an elevation of 45 degree. A girl standing opposite side of this tower sees at the top of the tower at an elevation of 38 degree. Draw a rough figure showing these details. അപ്പോൾ a boy standing 40 meter away from the foot. അപ്പോൾ ടവർ, അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഒരു ടവർ വരക്കണം. ആ ടവറിന് ഇതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ചെക്കൻ നിൽക്കുന്നുണ്ട്. എത്ര മീറ്റർ അവേ എന്നാണ് പറഞ്ഞത്? എത്ര മീറ്റർ അവേ എന്ന് പറയുന്നത്? 40 മീറ്റർ അവേ എന്ന് പറയുന്നുണ്ട്. അപ്പം 40 മീറ്റർ അവേ. ഓക്കെ, 40 മീറ്റർ അവേ. പിന്നെ എന്താ പറയുന്നത്? ഫുട്ട് ഓഫ് ദ ടവർ, ഹി സീസ് ദ ടോപ്പ് ഓഫ് ദ എലവേഷൻ 45 ഡിഗ്രി. അപ്പം 45 ഡിഗ്രി എലവേഷനിൽ കാണുന്നു. അപ്പം എന്താ, ഇവിടത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ലൈൻ വരച്ചെടുക്കുന്നു. ഇവിടത്തേക്ക് ചെക്കൻ ഇവിടെ നിന്നാണ് നോക്കുന്നത്. ഇതൊക്കെ എന്തിനാ നോക്കാൻ നിൽക്കുന്നത്? നമുക്ക് പണിയാക്കി തരാനായിട്ട് അല്ലേ? അയ്യോ, എന്താണ് ഇത്? ഓക്കെ, ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് 45 ആണ്. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്? എ ഗേൾ സ്റ്റാൻഡിങ് ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ ടവർ സീയിങ് ദ ടോപ്പ് ഓഫ് ദ ടവർ അറ്റ് ആൻ എലവേഷൻ. അപ്പോൾ നമ്മൾ എന്താണ്, ഇത് വരച്ചപ്പോൾ ഇത് നമുക്ക് കുറച്ച് ഇങ്ങോട്ട് ആക്കണം. അപ്പോൾ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവക്കണം. എന്നിട്ട് ഗേൾ നോക്കുന്നത് ഓപ്പോസിറ്റ് ടവർ സീയിങ് അറ്റ് ആൻ എലവേഷൻ 38 ഡിഗ്രി. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, ഡിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്തില്ല, പറഞ്ഞിട്ടില്ല. ഡിസ്റ്റൻസ് നമ്മൾ ഒരു ഏകദേശം നമ്മൾ എന്ത് ചെയ്യണം, വരക്കണം. ഏകദേശം ഒന്ന് വരക്കുന്നു. ഓക്കെ, എന്നിട്ട് ഇവിടത്തേക്ക് ഇത് വരച്ചത് കൊടുക്കണം. 38 ഡിഗ്രി. ഇവിടുന്ന് 38 ഡിഗ്രി നോക്കുന്നു, അവിടെ 45 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇനി ചോദിക്കുന്നത് ഹൈറ്റ് ഓഫ് ദ ടവറിൻ്റെ ഹൈറ്റ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ടവറിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് 2 മാർഗ്ഗങ്ങളുണ്ട്. ഒന്നെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ കണ്ടുപിടിക്കാം. എന്താ വെച്ചാൽ, അപ്പോൾ ഇവിടെ 90 ആവുമല്ലോ, പിന്നെ ഇവിടെ എന്ത് ചെയ്യും, 45 തന്നെയാവും. സോ ദാറ്റ് അപ്പോൾ ഇവിടെ 45, ഇവിടെ 40. അപ്പോൾ നമുക്ക് ടവർ എന്ത് ചെയ്യും, ടവർ 40 വരും. ഓക്കെ, നമുക്ക് ടവർ 40 വരും. ഓക്കെ, അപ്പം 40 വരും, 40 മീറ്ററിന് വരും. ഓക്കെ, ഹൗ ഫാർ ദ ഗേൾ സ്റ്റാൻഡിങ് അവേ ഫ്രം ദ ബോട്ടം ഓഫ് ദ ടവർ എന്ന് പറയുന്നുണ്ട്. എത്രയാണ് ചോദിക്കുന്നുണ്ട്, ഹൗ ഫാർ ദ ഗേൾ സ്റ്റാൻഡിങ് അവേ ഫ്രം ദ ബോട്ടം ഓഫ് ദ ടവർ. അപ്പോൾ ടവറിന്ന് എത്ര അകലെയാണ് ഗേൾ നിൽക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്കത് ഗേൾ നിൽക്കുന്ന സ്ഥലം നമുക്ക് നോക്കാം. അപ്പം ഗേൾ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ഇതാണ് വരും അല്ലേ എന്ന് വെച്ചാൽ ഗേൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്. അപ്പം നമുക്ക് എത്ര തന്നിട്ടുണ്ട്, ഇത് തന്നിട്ടുണ്ട് 38 തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്, ഇത് അഡ്ജസൻറ്റ് സൈഡാണ്. അപ്പോൾ നമുക്ക് അഡ്ജസൻറ്റ് വരുന്നത്
ഇവിടെ ഏതാ ഉള്ളത്? ടാൻ എടുക്കാം അല്ലേ? ടാൻ അല്ലെങ്കിൽ കോസ് എടുക്കാം. കോസ് ഓപ്പോസിറ്റ് ബൈ കോസ് അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. ഹൈപ്പോട്ടനസ് നമുക്ക് ഇപ്പോൾ ഇവിടെ തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ടാൻ തന്നെ യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ 38 ഡിഗ്രി ഈസ് ഈക്വൽ ടു ടാൻ 38 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് എത്രയാണ്? 40 ബൈ അഡ്ജസൻറ്റ്. ഓക്കെ, അപ്പോൾ ടാൻ 38 എത്രയാണ് ഇവിടെ തന്നിട്ടുണ്ട്? 0.8 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ 0.8 ഈസ് ഈക്വൽ ടു 0.8 ഈസ് ഈക്വൽ ടു 40 ബൈ അഡ്ജസൻറ്റ്. അപ്പോൾ നമുക്ക് ഈ അഡ്ജസൻറ്റിന് എന്ത് ചെയ്യാം? ഇപ്പുറത്ത് കൊണ്ടുപോവാം, ഇതിന് ഇപ്പുറത്ത് കൊണ്ടുവരാം. ദാറ്റ് ഈസ് ഈക്വൽ ടു adjacent side is equal to 40 by 0.8. That is equal to 40 divided by 0.8 എത്രയാണ്? 50 ആണ് വരും അല്ലേ? 40 divided by 0.8 എന്ന് പറയുന്നത് എത്ര വരും? 50 എന്ന് വരും. 50 മീറ്റർ എന്ന് വരും. അപ്പം അവൾ 50 മീറ്റർ അകലെയാണ് നിന്നത്. അവൻ 40 മീറ്റർ. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് അത് 50 മീറ്റർ എന്നും കിട്ടും. ഓക്കെ, ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഞാൻ ഹോംവർക്ക് തരുന്നു. ഈ ക്വസ്റ്റ്യൻ എന്താണ് നിങ്ങൾ ഇനി വേറെ ഒന്നുമില്ലല്ലോ? ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ ആൻസർ എന്തായാലും കമൻറ്റ് ഇടാൻ ശ്രമിക്കുക. കണ്ടവരെന്തായാലും എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ഇടാൻ ശ്രമിക്കുക. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പം ഇന്നത്തെ ക്ലാസ് സെറ്റല്ലേ? കുഴപ്പമില്ലല്ലോ? അപ്പം എൻ്റെ പേര് എന്ന് പറയുന്നത് യാദവാണ്. അറിയാത്തവർക്ക് ഒന്ന് പറഞ്ഞാണ്, എൻ്റെ പേര് യാദവ് എന്നാണ്. ഓക്കെ, അപ്പം ഞാൻ എന്തായിരുന്നു മാത്സ് ആണ് എടുക്കുന്നത്. അത് നിങ്ങൾക്ക് ഇന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ സെറ്റാണെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ.